ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ മിക്ക ആളുകളും ഒരിക്കലും സ്വപ്നത്തിൽ പോലും അനുഭവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു യാത്ര ആരംഭിക്കുന്നു. നമ്മൾ 1610 വർഷത്തിലേക്ക് പോവുകയാണ്. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരമാണ് ഇന്ന് ഘാന എന്നറിയപ്പെടുന്നത്. അന്ന് ഈ ഭൂമി ചെറിയ ഗ്രാമങ്ങളും ഘോരവനങ്ങളും വളഞ്ഞുപൊളഞ്ഞ നദികളും കൊണ്ട് നിറഞ്ഞിരുന്നു. നിരവധി ഗോത്രങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു. ഓരോരുത്തർക്കും അവരവരുടെ ഭാഷയും സംസ്കാരവും പാരമ്പര്യവുമുണ്ട്. ഈ രാത്രിയിലെ കഥ രാജാക്കന്മാരെക്കുറിച്ചോ യോദ്ധാക്കളെക്കുറിച്ചോ അല്ല, മറിച്ച് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളെക്കുറിച്ചാണ്. കുറെ കുടുംബങ്ങൾ, കർഷകർ, കുട്ടികളൊക്കെ ആ ഗ്രാമത്തിലുണ്ട്. അവരിൽ ഒരാളുടെ കണ്ണിലൂടെയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. ഇവിടെ വലിയ പേരുകളില്ല, പ്രശസ്ത മുഖങ്ങളില്ല. അവർ പിടിച്ചുകൊണ്ടുപോകുന്നതുവരെ സാധാരണ ജീവിതം നയിച്ചിരുന്ന ആളുകൾ മാത്രം. ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെയുള്ള ഒരു ഭയാനകമായ യാത്രയുടെ കഥയാണ്. സ്വാതന്ത്ര്യത്തിൽ നിന്ന് അടിമത്തത്തിലേക്കുള്ള ഒരു യാത്ര. അതെ, ഇത് ശരിക്കും സംഭവിച്ച കഥയാണ്. യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് കപ്പലുകൾ വന്ന് ചങ്ങലയിട്ട മനുഷ്യരെക്കൊണ്ട് അവരുടെ ഡെക്കുകളിൽ നിറച്ച് കന്നുകാലികളെപ്പോലെ വിൽക്കാൻ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഇന്ന് രാത്രി നമ്മൾ ആ കപ്പലുകളിൽ ഒന്നിലായിരിക്കും. ഗ്രാമത്തിൽ പുകയുടെയും സുഗന്ധദ്രവ്യങ്ങളുടെ ഗന്ധം പടരുന്നു, തീ പടരുന്നു, ഡ്രമ്മുകൾ മുഴങ്ങുന്നു. പക്ഷെ എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു. വായുവിൽ ചെറിയ സംസാരങ്ങൾ മുഴങ്ങുന്നു. നദിയുടെ സമീപത്ത് അപരിചിതരെ കണ്ടിട്ടുണ്ട്. അവരാരാണെന്ന് ആർക്കും അറിയില്ല. ഒരു മിനിറ്റ്, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു നിമിഷം എടുക്കുക. പക്ഷെ നിങ്ങൾ ഈ യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ മാത്രം. നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നതെന്നും ഇപ്പോൾ സമയം എത്രയാണെന്നും അഭിപ്രായങ്ങളിൽ എന്നെ അറിയിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ ലൈറ്റുകൾ മങ്ങിട, ഒരു മൃദുവായ പശ്ചാത്തല ശബ്ദത്തിനായി ഒരു ഫാൻ ഓണാക്കാം. എന്നിട്ട് ഇന്നത്തെ രാത്രിയിലെ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. നക്ഷത്രങ്ങൾക്ക് കീഴിൽ നമ്മൾ നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരിക്കുകയാണ്. കൂട്ടിയിട്ട തീ മങ്ങുന്നു. പെട്ടെന്ന് ഉച്ചത്തിലുള്ള ഒരു നിലവിളി. നായ്ക്കൾ കുരയ്ക്കുന്നു. ആളുകൾ നിലവിളിക്കുന്നു. നമ്മൾ എല്ലാവരും എഴുന്നേൽക്കുന്നു. പക്ഷെ വളരെ വൈകിപ്പോയി. ആയുധധാരികളായ ആളുകൾ ഗ്രാമത്തിലേക്ക് ഓടിവരുന്നു. ചിലർ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണെന്ന് കണ്ടാൽ അറിയാം. പക്ഷെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ അവരിൽ ചിലർ നമ്മളെപ്പോലെയുള്ളവരാണ്. എല്ലാവരും ഓടാൻ ശ്രമിക്കുന്നു. പക്ഷെ നമുക്ക് ചുറ്റും അവർ വളഞ്ഞിരിക്കുന്നു. വലകളും കയറുകളും എറിയപ്പെടുന്നു. ആരോ അവരുടെ കുട്ടിക്ക് വേണ്ടി നിലവിളിക്കുന്നു. പുക കൊണ്ടും ഭയം കൊണ്ടും ആകാശം മങ്ങുന്നു. നാം പിടിക്കപ്പെട്ടിരിക്കുന്നു. അവർ നമ്മുടെ കൈകൾ പുറകിൽ കെട്ടുന്നു. കന്നുകാലികളെപ്പോലെ ഭാരമുള്ള കയറുകളാൽ എല്ലാവരെയും വരിവരിയായി കെട്ടിയിടുന്നു. ഒന്നും എടുക്കാൻ പോലും, ആരോടും വിട പറയാൻ പോലും സമ്മതിക്കാതെ നമ്മൾ യാത്രയാകുകയാണ്. ചാട്ടവാറടികളുടെയും വടികളുടെയും വേദനയാൽ നമ്മുടെ കാലുകൾ സ്വയം ചലിക്കാൻ തുടങ്ങുന്നു. സ്വന്തം വീടുകളിൽ നിന്ന് കൂടുതൽ ദൂരേക്ക്, അജ്ഞാതമായ എവിടേക്കോ അവർ നമ്മെ കൊണ്ടുപോകുന്നു. ഇതൊരു ചെറിയ നടത്തം മാത്രമല്ല, ഇത് ദിവസങ്ങളോളം മുന്നോട്ടു പോകുന്നു. നാം വിശ്രമിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ആരെങ്കിലും ചാട്ടവാറ് കൊണ്ട് നിൽക്കുന്നു. ഭക്ഷണം നമ്മുടെ കാലുകൾ ചലിപ്പിക്കാൻ പോലും പര്യാപ്തമല്ല. ചെളി നിറഞ്ഞ അരുവികളിൽ നിന്ന് നമ്മൾ വെള്ളം കുടിക്കുന്നു, നിലത്തുറങ്ങുന്നു. ചിലർ തളർന്നു വീഴുന്നു. ചിലർ പിന്നീട് ഒരിക്കലും അവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല. മിക്ക ആളുകൾക്കും അറിയാത്ത ഒരു ദുഃഖകരമായ വസ്തുത എന്തെന്നാൽ, കപ്പലിലെത്തുന്നതിനു മുമ്പ് തന്നെ ഒരടിമയ്ക്ക് പകരം 1-2 വടിമതിൽ വഴിയിൽ മരിച്ചിട്ടുണ്ടാകും. സമുദ്രഭാഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ യാത്ര അത്രത്തോളം ക്രൂരമായിരുന്നു. നമ്മൾ നടക്കുമ്പോൾ മരങ്ങളിൽ നിന്ന് കുരങ്ങുകൾ നിലവിളിക്കുന്നു. സൂര്യൻ നമ്മുടെ ചർമ്മം കത്തിക്കരിക്കുന്നു. അത്രത്തോളം അസഹനീയമായ ചൂടുണ്ട്. ചില നീണ്ട വരണ്ട റോഡുകളിലൂടെയും നാം കടന്നുപോകുന്നു. ചിലപ്പോൾ തടവുകാരുടെ മറ്റു കൂട്ടങ്ങളെ നാം കാണുന്നു. വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ വ്യത്യസ്ത വാക്കുകൾ സംസാരിക്കുന്നു. എല്ലാവരും ഒരേ നിരാശാജനകമായ കണ്ണുകളോടെ കാണപ്പെടുന്നു. നമ്മിൽ ചിലർക്ക് ഇപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇതൊരു യുദ്ധമായിരിക്കുമെന്നും താമസിയാതെ നമ്മെ മോചിപ്പിക്കുമെന്നും അവർ കരുതുന്നു. പക്ഷെ ഉത്തരങ്ങളൊന്നുമില്ല. കാവൽക്കാർ, ചങ്ങലകൾ, ഒരു ചാട്ടവാറിൻ്റെ വിള്ളൽ എന്നിവ മാത്രം. വഴിയിൽ നമ്മൾ കാണുന്ന ഏറ്റവും വിചിത്രമായ കാര്യങ്ങളിൽ ഒന്നാണ് തീരത്തിനടുത്തുള്ള ഒരു വലിയ മരക്കെട്ടിടം. ആർമോർത്ത കണക്കിൽ ഇത് കാവൽക്കാർ ഇതിനെ അടിമക്കോട്ട എന്ന് വിളിക്കുന്നു. ഇത് കേപ്പ് കോസ്റ്റ് കാസിലാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകുന്നു. ഘാനയിൽ അത് ഇന്നും നിലനിൽക്കുന്നു. ചരിത്രകാരന്മാർ ഇത് സന്ദർശിക്കുന്നു. പക്ഷെ പലരും ഇപ്പോഴും പ്രാദേശിക ഭരണാധികാരികൾ അടിമവ്യാപാരികൾക്ക് എത്രമാത്രം സഹായം നൽകിയെന്ന് തുറന്നു പറയുന്നില്ല.
ചിലർ പറയുന്നത് അവർ അതിൽ ചേരാൻ നിർബന്ധിതരായി എന്നാണ്. മറ്റുള്ളവർ പറയുന്നത് അവർ അതിൽ നിന്ന് സമ്പന്നരായി എന്നാണ്. വ്യക്തമായ സത്യം ആർക്കും അറിയില്ല. കോട്ടയ്ക്കുള്ളിൽ നമ്മെ ഭൂമിക്കടിയിലെ ഒരു കൽമുറിയിൽ തള്ളിയിടുന്നു. വായു കട്ടിയുള്ളതാണ്. ഇരിക്കാൻ സ്ഥലമില്ല, ജനാലകളില്ല. ദുർബലമായ മേൽക്കൂരയിൽ വെളിച്ചം കയറാൻ സീലിംഗിലെ ഒരു ചെറിയ ദ്വാരം മാത്രം. നമുക്ക് സംസാരിക്കാൻ അനുവാദമില്ല. നമ്മൾ ശ്രമിച്ചാലും പരസ്പരം മനസ്സിലാകുന്നില്ല. എത്ര ഭാഷകൾ, എത്രയോ തകർന്ന ഹൃദയങ്ങൾ. തര തണുത്തതും നനഞ്ഞതുമാണ്. നടക്കുമ്പോൾ ചോരയൊലിക്കുന്നു. ചിലർക്ക് പനി. പക്ഷേ കാവൽക്കാർക്ക് അതൊന്നും പ്രശ്നമല്ല. അവർക്കിനി നമ്മൾ ആളുകളല്ല, നമ്മൾ ചരക്കുകളാണ്. ഇവിടെ സമയം വിചിത്രമായി കടന്നുപോകുന്നു. ചിലർ പറയുന്നത് നമ്മളെ ഒരാഴ്ചയായി താമസിപ്പിച്ചിരിക്കുന്നു എന്നാണ്. മറ്റു ചിലർ പറയുന്നത് ഒരു മാസമായെന്നാണ്. ആർക്കും ശരിക്കുള്ള സമയം മനസ്സിലാകുന്നില്ല. നമുക്ക് ആകാശം കാണുന്നില്ല. സമുദ്രത്തിൻ്റെ ശബ്ദം ഇതുവരെ കേൾക്കുന്നില്ല. പക്ഷേ നമുക്കതിൻ്റെ ഗന്ധം അനുഭവപ്പെടുന്നു. ഉപ്പുരസമുള്ളതും മൂർച്ചയുള്ളതും ഭയാനകവുമായ അത്. എല്ലാ ദിവസവും രാവിലെ കാവൽക്കാർ ഒരു നീണ്ട വടിയുമായി വരുന്നു. അവർ നമ്മളെ കുത്തിക്കൊണ്ട് ഓരോരുത്തരെയായി മുകളിലേക്ക് വലിക്കുന്നു. അവർ നമ്മുടെ പല്ലുകൾ, കൈകൾ, പുറം എന്നിവ പരിശോധിക്കുന്നു. ആരെങ്കിലും ദുർബലരോ രോഗികളോ ആയി തോന്നിയാൽ അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. പിന്നെ നമ്മൾ അവരെ ഒരിക്കലും കാണുന്നില്ല. ഇതാണ് ഏറ്റവും മോശം ഭാഗമെന്ന് നിങ്ങൾ കരുതിയേക്കാം. പക്ഷേ അല്ല, ഇത് തുടക്കം മാത്രമാണ്. താമസിയാതെ ഒരു മരവാതിൽ തുറക്കുന്ന ശബ്ദം നാം കേൾക്കുന്നു. ആ വലിയ വാതിലുകൾ തുറക്കുന്നു. നമ്മളെ അവർ സൂര്യപ്രകാശത്തിലേക്ക് തള്ളിയിടുന്നു. അതാ, അവിടെ ഒരു കപ്പൽ കാണുന്നു. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലുതാണിത്. ഒരു മരം പോലെ ഉയരമുള്ള, കറുത്ത മരം കൊണ്ട് നിർമ്മിച്ച ചിലന്തിവലകൾ പോലെ എല്ലായിടത്തും കയറുകൾ തൂങ്ങിക്കിടക്കുന്ന ഒരു കപ്പൽ. കാവൽക്കാർ എല്ലാവരെയും മുന്നോട്ട് തള്ളിയിടുന്നു. അകത്ത് കയറിയാൽ മരിക്കുമെന്ന് കരുതി നമ്മിൽ ചിലർ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ എല്ലാവരും അതിനുള്ളിലേക്ക് കയറുന്നതുവരെ അവർ ചാട്ടവാറുകൊണ്ട് അടിച്ചു. സമുദ്രത്തിനിപ്പോൾ കൂടുതൽ ഗന്ധമുണ്ട്. മണൽ നമ്മുടെ കാലുകൾ പൊള്ളിക്കുന്നു. കപ്പൽ ജീവനുള്ളതുപോലെ ഞരങ്ങുന്നു. അതൊരു കപ്പൽ പോലെ തോന്നുന്നില്ല. അതൊരു രാക്ഷസനെ പോലെയാണ്. ഭയപ്പെടുത്തുന്ന ഒരു തമാശ എന്തെന്നാൽ ഈ കപ്പലിൻ്റെ വശത്ത് വലിയ വെളുത്ത അക്ഷരങ്ങളിൽ ഒരു പേരെഴുതിയിട്ടുണ്ട്. അതെ, സമുദ്രത്തിന് കുറുകെ അടിമകളെ കൊണ്ടുപോകുന്ന കപ്പലിൻ്റെ പേര് ലിബേർട്ടി അഥവാ സ്വാതന്ത്ര്യമെന്നാണ്. അത് കാണുമ്പോൾ നാവികർ ചിരിക്കും. എല്ലാവരെയും ഒരു റാമ്പിലൂടെ കപ്പലിൻ്റെ വയറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അകത്തിരുട്ടാണ്, ചൂടാണ്. ഇതിനകം തന്നെ ആളുകളാൽ നിറഞ്ഞിരിക്കുന്നു. ഉടനെ ആ വാതിൽ നമ്മുടെ പിന്നിൽ അടയുന്നു. അതുപോലെ നാം നമ്മുടെ ഭൂമി, ഭാഷ, ജീവിതം എന്നിവ എവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു? കപ്പലിൻ്റെ മുകളിലുള്ള വാതിൽ നല്ല ശബ്ദത്തിൽ അടയുന്നു. നമ്മളിപ്പോൾ ഇരുട്ടിലേക്ക് മിന്നിമറിയുന്നു. കാട്ടിലെ ചെറിയ വിടവുകളിൽ നിന്നുള്ള വെളിച്ചമൊഴിച്ച് മറ്റെങ്ങും വെളിച്ചമില്ല. മാത്രമല്ല, അതിനുള്ളിലെ വായുവിന് നല്ല കട്ടിയുണ്ടായിരുന്നു. വിയർപ്പിൻ്റെയും ഭയത്തിൻ്റെയും പിന്നെ അഴുകിയ എന്തോ ഒന്നിൻ്റെയും മണം അവിടെ ആകമാനം പരന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നാവികരുടെ അടിമത്തത്തിൽപ്പെട്ടിരിക്കുകയാണ്. കപ്പലിൻ്റെ താഴത്തെ ഭാഗത്താണ് അവർ നമ്മളെ പൂട്ടിയിട്ടിരിക്കുന്നത്. നമ്മൾ അതിഥികളോ യാത്രക്കാരോ ഒന്നുമല്ല. അവർ നമുക്ക് മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും തരുന്നില്ല. നമ്മളെ അവരിപ്പോൾ നമ്മൾ ഡ്രോയറിലൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്പൂണില്ലേ, അതുപോലെയാണ് കാണുന്നത്. അങ്ങനെ അവർ നമ്മോട് കിടക്കാൻ പറയുന്നു. പക്ഷെ അവിടെ കിടക്കാൻ പാകത്തിന് സ്ഥലമൊന്നുമില്ല. നമ്മൾ തോളോട് തോൾ ചേർന്ന് ഇടുപ്പിനോട് ഇടുപ്പ് ചേർന്നുമൊക്കെ കിടക്കുന്നു. ഒന്ന് ഉരുളാൻ പോലും ഇടമില്ല. ആർക്കെങ്കിലും ഒന്ന് തിരിയേണ്ടി വന്നാൽ മുഴുവൻ നിരയും ഒരുമിച്ചു നീങ്ങണം. ഇതിനിടയിൽ ചിലർ കരയുന്നു, ചിലർ പ്രാർത്ഥിക്കുന്നു, ചിലർ മരത്തിൻ്റെ മേൽക്കൂരയിലേക്ക് നോക്കി നിശബ്ദരായി നിൽക്കുന്നു. നമ്മളിവിടെ ഒറ്റയ്ക്കല്ല. കുറച്ചുപേർ ദിവസങ്ങളായി ഈ സ്ഥലത്തുണ്ട്. അവരുടെ കണ്ണുകളാകെ മങ്ങിയിട്ടുണ്ട്. അവരുടെ ശബ്ദങ്ങൾ പരുഷമാണ്. ഇവിടെ നിന്നും എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ അതൊരു പേടി സ്വപ്നമായതുകൊണ്ട് തന്നെ അവർക്കത് മുഴുവൻ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നില്ല. മിക്ക വിദ്യാർത്ഥികളും സ്കൂളുകളിൽ പഠിക്കാത്തൊരു കാര്യമാണ്. ആഫ്രിക്കൻ തീരത്തിനടുത്തുള്ള ഈ അടിമക്കോട്ടകളിൽ പലതും യൂറോപ്യൻ രാജ്യങ്ങളായ പോർച്ചുഗൽ, ബ്രിട്ടൻ, നെതർലാൻഡ്സ് ആണ് നിർമ്മിച്ചതെന്ന്.
പക്ഷെ അതൊക്കെ നടത്തിയത് അവിടുത്തെ പ്രാദേശിക അധികാരികളുടെ സഹായത്തോടു കൂടിയായിരുന്നു. ഈ വ്യാപാരത്തിൽ പലരുടെയും കൈകളുണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ ദുഃഖകരമായ കാര്യമെന്തെന്നാൽ പലരും അവരോട് ദയ തോന്നുന്നതിന് പകരം മാക്സിമം സ്വർണം വാരുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വച്ചത്. ശേഷം കഥയിലേക്ക് വരുമ്പോൾ നമുക്ക് കപ്പലിനുള്ളിൽ, ഈ ശവപ്പെട്ടിക്കുള്ളിൽ സമയം വളരെ പതുക്കെ പോകുന്നത് പോലെയാണ് തോന്നുന്നത്. കപ്പൽ ഇതുവരേക്കും കരവിട്ടിട്ടില്ല. പക്ഷെ അതിനുള്ളിൽ അകപ്പെട്ട നമ്മൾ എത്രയോ ദൂരത്തെത്തിയ പോലെയാണ് തോന്നുന്നത്. നമ്മുടെ മുകളിൽ കപ്പൽ ജീവനക്കാർ കപ്പലിൽ കയറാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആജ്ഞകൾ ഉച്ചത്തിൽ പറയുന്നത് നമ്മൾ കേൾക്കുന്നു. കട്ടിയുള്ള ബൂട്ടുകളുടെ ശബ്ദം നമ്മൾ നന്നായി കേൾക്കുന്നുണ്ട്. ചങ്ങലകൾ കിലുങ്ങുന്നു. ആരോ ഒരാൾ ഒരു ബാരൽ താഴെക്കിടുന്നു. ഒരു നീണ്ട ഉറക്കത്തിന് ശേഷം നമ്മൾ ആടുമല്ലോ, അതുപോലെ കപ്പൽ വളരെ പതുക്കെ പതുക്കെ നീങ്ങുന്നതായി നമുക്ക് തോന്നുന്നു. ഉടനെ തന്നെ കപ്പൽ ആഫ്രിക്കയുടെ തീരത്ത് നിന്ന് യാത്ര തുടങ്ങും. ഇന്നാളുകൾ ദ മിഡിൽ പാസേജ് എന്ന് വിളിക്കപ്പെടുന്ന ആ യാത്ര ഇവിടം തുടക്കം കുറിക്കുകയാണ്. ആഫ്രിക്കയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെയുള്ള യാത്രയാണിത്. ഈ യാത്രയ്ക്കിടയിൽ എത്ര പേർ മരിച്ചു എന്നുള്ളതിൻ്റെ കണക്ക് ചരിത്രകാരന്മാർക്കിടയിൽ ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. ചിലർ 15% എന്ന് പറയുന്നു. മറ്റുള്ളവർ പകുതിയോളം പേർ ജീവനോടെ ഇല്ല എന്ന് പറയുന്നു. ആർക്കും ശരിക്ക് വലിയ ധാരണയില്ല. പക്ഷേ അത് അതിക്രൂരമായ മരണമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. നമ്മൾ കരയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മളിൽ ചിലരെ ഡെക്കിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. അവർ ഏറ്റവും ശക്തരായവരെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നു. ഈ ആളുകളെ ചെറിയ ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് ചങ്ങലയിട്ട് പലതും നിർബന്ധിച്ച് ചെയ്യിക്കുന്നു. അവരതിനെ വ്യായാമം എന്ന് വിളിക്കുന്നു. അവരോട് ചാടാനും തിരിയാനും താളത്തിന് തുള്ളാനും വേണ്ടിയിട്ട് നിർബന്ധിച്ചു. ഇതവർക്ക് വിനോദത്തിനോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിനോ വേണ്ടി ഒന്നുമല്ല. അവരുടെ പേശികളെ സജീവമായി നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ചെയ്യിക്കുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും അതിന് വിസമ്മതിച്ചാൽ അവരെ ചാട്ടുവാറിനടിക്കും. അതിനിടയിൽ ആരെങ്കിലും വീണാൽ അവരെ തൊക്കും. ക്രൂ ഇതിനെ നൃത്തം ചെയ്യുന്ന അടിമകൾ എന്ന് വിളിക്കുന്നു. നമുക്ക് സങ്കൽപ്പിക്കാൻ കഴിയുമോ ചങ്ങലയിൽ ഇരിക്കുമ്പോൾ ആളുകൾ നൃത്തം ചെയ്യുന്നതിനെക്കുറിച്ച്? മഞ്ഞപ്പല്ലുകളും വളഞ്ഞ തൊപ്പിയുമുള്ള ഒരു നാവികൻ ചിരിക്കുന്നു. അയാൾ അതൊരു വിനോദമാക്കി എടുത്തിരിക്കുകയാണ്. ആളുകൾ വീഴാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ അവനൊരു ചെറിയ ഡ്രമ്മ് വായിക്കുന്നു. ഡെക്കിന് താഴെയിരുന്ന് നമ്മൾ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. നമ്മുടെ അടുത്തായിട്ടൊരു ആൺകുട്ടിയുണ്ട്. അവൻ്റെ അമ്മ തന്നെ തേടി വരുമെന്ന് അവൻ മന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ അവനോടൊന്നും പറയുന്നില്ല, കാരണം നമുക്ക് സത്യങ്ങൾ അറിയാം. അവൻ്റെ അമ്മ ഇനി അവനെ തിരക്കി വരില്ല എന്നും ഈ കപ്പൽ ഇനി പിന്നോട്ട് തിരിയുന്നില്ല എന്നും. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. പകൽ സമയത്ത് നല്ല വെയിലുണ്ടെങ്കിലും താഴത്തെ ഡെക്ക് നനഞ്ഞതും തണുത്തതുമായിരിക്കുന്നു. തറ പരുക്കൻ മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അത് നമ്മുടെ ചർമ്മത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നു. അവിടെ മര്യാദയ്ക്കൊരു ടോയ്ലറ്റ് ഇല്ല, കഴുകാൻ സ്ഥലമില്ല. എല്ലാ ബക്കറ്റും വളരെ വേഗത്തിൽ നിറയുന്നു. ദുർഗന്ധം സഹിക്കാൻ കഴിയാത്തതാണ്. ചില നാവികർ നീളമുള്ള ബൂട്ടുകൾ ധരിക്കുന്നു. അവരിൽ ഒരാൾ ചരക്കു പരിശോധിക്കാൻ വേണ്ടി ഒരു വിളക്കുമായി ഇറങ്ങുന്നു. അതായത് നമ്മളെ ഓരോരുത്തരെയും പരിശോധിക്കാൻ വേണ്ടിയാണ് അയാൾ ഇറങ്ങി വന്നിരിക്കുന്നത്. അയാൾ ഒരു വടി ഉപയോഗിച്ച് നമ്മളെ എല്ലാവരെയും കുത്തുന്നു. മുറിവുകളോ അസുഖമോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. ആർക്കെങ്കിലും വല്ല പനിയോ അമിതമായി ചുമയോ ഉണ്ടെങ്കിൽ അയാൾ അവരെ ഒരു ചോക്ക് കൊണ്ട് എക്സ് എന്നടയാളപ്പെടുത്തുന്നു. എക്സ് എന്നടയാളപ്പെടുത്തിയവരെ പലപ്പോഴും മുകളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ അവരെ പിന്നീട് നമ്മൾ കാണാറില്ല. പിന്നീട് ചാട്ടവാറിൻ്റെ ശബ്ദം കേൾക്കുന്നു. ചിലപ്പോൾ മുകളിലെ ഡെക്കിൽ നിന്ന് ഉച്ചത്തിലുള്ള നിലവിളികൾ നാം കേൾക്കുന്നു. ചിലരൊക്കെ കപ്പലിൽ നിന്ന് ചാടാൻ നോക്കുന്നുണ്ട്. ചിലർ കരുതുന്നത് തനിക്ക് ആഫ്രിക്കയിലോട്ട് തന്നെ നീന്താൻ കഴിയുമെന്നാണ്. പക്ഷെ നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചുവെന്ന് നമുക്കറിയില്ല. നാവികർ അങ്ങനെ ചാടാൻ നോക്കിയവരെ പിന്നോട്ട് വലിച്ച് കൂടുതൽ ബന്ധിക്കുന്നു. ചിലപ്പോൾ അവർ അവരെ മുക്കിക്കൊല്ലാൻ വരെ മുതിരുന്നു. അതെല്ലാം അവരുടെ അപ്പോഴൊക്കെ മാനസികാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിച്ച വിചിത്രമായ ഒരു കാര്യമെന്തെന്നാൽ, നാവികരിൽ ഒരാൾ ചെറിയ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഒരു മാല ധരിക്കുന്നു. അത് മനുഷ്യ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഒരുപക്ഷെ അത് വിരലുകൾ കൊണ്ടുണ്ടാക്കിയതാണ്. അങ്ങനെയിരിക്കെ നമ്മൾ കാൽവിരലുകളുടെ ശബ്ദം കേൾക്കുന്നു. ആരും ഒന്നും ചോദിക്കാൻ ധൈര്യപ്പെടില്ല. പക്ഷേ അത് മറക്കാൻ പറ്റാത്ത ഒന്നാണ്.
ഒരു രാത്രിയിൽ ഒരു നിശബ്ദ നിമിഷത്തിൽ നമ്മളൊരു പാട്ടു കേൾക്കുന്നു. മൃദുലവും താഴ്ന്നതുമായ ശബ്ദം. അത് നമ്മുടെ ഭാഷയിലല്ല. അത് മറ്റൊരു ലോകത്തിൽ നിന്നുള്ള ഒരു മൂളല് പോലെയാണ്. മറ്റൊരു ഗോത്രത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി പാടുകയാണ്. അവൻ എങ്ങനെയോ ഇപ്പോഴും ജീവിതത്തോട് മല്ലിട്ട് നിൽക്കുന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ ചെറിയ ശബ്ദത്തിലാണ്. അമ്മയുടെ ശബ്ദം വിറയ്ക്കുന്നു. പക്ഷേ ആ ശബ്ദം നമുക്കല്പം ഊഷ്മളത നൽകുന്നു. ഒരു നിമിഷത്തേക്ക് മാത്രം. പിന്നെ അത് മങ്ങുന്നു. കപ്പലൊടുവിൽ തീരം വിട്ടു ഭീമാകാരമായ ചിറകുകൾ പോലെ പറന്നുയരുന്നു. ഭൂമി നമ്മുടെ പിന്നിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നു. അനന്തമായ നീല കളർ എല്ലാ വശങ്ങളിലും നമ്മെ ചുറ്റിപ്പറ്റിയാണ്. വെള്ളം, വെള്ളം, വെള്ളം. ആകാശം പോലും കടലിൻ്റെ ഭാഗമായി തോന്നുന്നതുവരെ. നമ്മളിൽ ചിലർക്ക് കടൽക്ഷോഭം അനുഭവപ്പെടുന്നു. കപ്പലിൻ്റെ ആടിയുലയിൽ ഒരിക്കലും നിലയ്ക്കുന്നില്ല. നമ്മൾ കഴിച്ച കുറഞ്ഞ ഭക്ഷണം പോലും നമ്മൾ ഛർദ്ദിക്കുന്നു. നാവികരത് കാര്യമാക്കുന്നില്ല. അവർ ഉണങ്ങിയ ബിസ്ക്കറ്റുകൾ ഹോൾഡിലേക്ക് വലിച്ചെറിയുന്നു. ചിലപ്പോൾ പൂപ്പൽ നിറഞ്ഞതും ചിലപ്പോൾ പ്രാണികൾ നിറഞ്ഞതുമാണ്. ചെറിയ ബക്കറ്റുകളിൽ വെള്ളം വരുന്നു. അത് എപ്പോഴും ചൂടുള്ളതാണ്. നമ്മുടെ മരണത്തെ തടയാൻ ചിലപ്പോൾ ഇതു മതിയാവും. പക്ഷേ നമ്മെ ശക്തരാക്കാൻ ഇത് പര്യാപ്തമല്ല. അടിമക്കോട്ടയിലെ ആ കൽമുറി ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ അത് വളരെ മോശമാണ്. കോട്ട അനങ്ങുന്നില്ല. പക്ഷെ കപ്പൽ ആടിയുലയുന്നു, കുലുങ്ങുന്നു. ആളുകൾ ആകെ നിലവിളിക്കുന്നുണ്ട്. കപ്പലിൻ്റെ ഓരോ ബോൾട്ടും ആണികളും പൊട്ടാൻ പോകുന്നതുപോലെ തോന്നുന്നു. രാത്രിയിൽ എലികൾ നമ്മുടെ കാലുകൾക്ക് മുകളിലൂടെ ഇഴയുന്നു. അവ തുറന്ന മുറിവുകളിൽ കടിക്കുന്നു. നമ്മൾ അവയെ അടിച്ചുമാറ്റുന്നു. പക്ഷെ അവ പിന്നെയും തിരിച്ചു വരുന്നു. ചില സമയങ്ങളിൽ കപ്പൽ വളരെ നിശബ്ദമാണ്. പക്ഷെ ആ നിശബ്ദതയെ നമ്മൾ ഭയക്കുന്നുണ്ട്. കാരണം വലിയ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ചിന്തയാണ് നമുക്ക്. ഒരു ദിവസം രാവിലെ ഒരു മനുഷ്യന് വീണ്ടും വീണ്ടും ഒരു ചാട്ടവാറടി പൊട്ടുന്നത് നമ്മൾ കേൾക്കുന്നു. അയാൾ തിരിച്ചടിക്കാൻ ശ്രമിച്ചു. എന്നാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ അടിക്കുന്നു. അവൻ്റെ പുറം തുണി പോലെ കീറിയിരിക്കുന്നു. ഇതൊക്കെ കാണാനും പഠിക്കുവാനും അവർ പറയുന്നു. നമ്മളൊന്നും പറയാതെ തലകുനിച്ച് നിൽക്കുന്നു. ഈ കപ്പലിൽ പ്രതീക്ഷ പോലും അപകടകരമാണെന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. ചരൽക്കല്ല് പോലുള്ള ശബ്ദമുള്ള ഒരു കാവൽക്കാരൻ മറ്റൊരു നാവികനോട് പറയുന്നു, നമ്മൾ കരയിലെത്തുമ്പോഴേക്കും അവർ പേരുകൾ മറന്നുപോകും. അയാളെ തെറ്റുപറയാൻ പറ്റില്ല. ചിലർ മറക്കാറുണ്ട്. അവർ സംസാരിക്കുന്നത് നിർത്തുന്നു, ഭക്ഷണം കഴിക്കുന്നത് നിർത്തുന്നു. അവർ ശ്വസിക്കുന്നെങ്കിലും ജീവനോടെ ഇല്ലാതെ പ്രേതങ്ങളെപ്പോലെയാകുന്നു. എന്നിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്നു. ചെറിയ കാര്യങ്ങൾക്ക്, ഒരു വാക്ക്, ഒരു നോട്ടം, ഒരു പാട്ട്, മരവിപ്പുകളിലൂടെ ഒരു കാറ്റുപോലും ഒരു സമ്മാനമായി തോന്നുന്നു. എന്നാൽ യാത്ര ആരംഭിക്കുന്നതേയുള്ളൂ. കടലിൽ ഇനിയും നിരവധി പേടി സ്വപ്നങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു. ദിവസങ്ങളോളം, ഒരുപക്ഷെ ആഴ്ചകളോളം നമ്മൾ കടൽ യാത്രയിലാണ്. സമയം ഉരുകിയ മെഴുകുപോലെയാണ്. മന്ദഗതിയിലുള്ളതും ഒട്ടിപ്പിടിക്കുന്നതുമാണ്. വ്യക്തമായ ആകൃതിയില്ല. രാത്രിയും പകലും തമ്മിൽ നമുക്കിപ്പോൾ വേർതിരിച്ചറിയാൻ കഴിയില്ല. ഈ ഇരുണ്ട കപ്പലിൻ്റെ വയറിനുള്ളിൽ അതെല്ലായ്പ്പോഴും ഒരുപോലെയാണ്. ചൂടുള്ളതും ഭാരമുള്ളതും വേദന നിറഞ്ഞതും. ഈ കപ്പൽ ഒരു വീടല്ല. ഇത് ആളുകൾക്കൊരു സ്ഥലമല്ല. ഇത് കപ്പലുകളിലെ ഒരു ജയിലാണ്. ഭയവും രോഗവും നിറഞ്ഞ ഒരു ചലിക്കുന്ന പെട്ടി. ചുമരുകൾ മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ അവ ഉരുക്കുപോലെ തോന്നുന്നു. അവ നമ്മുടെ ശരീരത്തെ മാത്രമല്ല, നമ്മുടെ മനസ്സിനെയും അസ്വസ്ഥരാക്കുന്നു. നമ്മളിൽ ചിലർ നഖങ്ങൾ പൊട്ടിയതോ അസ്ഥികളുടെ കഷണങ്ങളോ ഉപയോഗിച്ച് തറയിൽ അടയാളങ്ങൾ കൊത്തിയെടുത്തുകൊണ്ട് ദിവസങ്ങളുടെ എണ്ണം നിലനിർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ നമുക്ക് ട്രാക്ക് നഷ്ടപ്പെടുന്നു. മുഖങ്ങൾ, നിലവിളികൾ, ഗന്ധങ്ങൾ എന്നിവ പോലെ അടയാളങ്ങൾ പരസ്പരം കൂടിച്ചേരുന്നു. നമുക്ക് മുകളിൽ ജോലിക്കാർ സ്വതന്ത്രമായി നടക്കുന്നു. അവർ റം കുടിക്കുന്നു, മാംസം കഴിക്കുന്നു, ചിരിക്കുന്നു, പാട്ടുകൾ പാടുന്നു. ചിലപ്പോൾ അവരുടെ സംഗീതം നമ്മൾ കേൾക്കുന്നു. പരുക്കൻ, വേഗതയുള്ളത്, നമുക്ക് മനസ്സിലാകാത്ത വാക്കുകൾ നിറഞ്ഞത്. അത് ആഘോഷം പോലെ തോന്നുന്നു. പക്ഷേ അവരെന്താണ് ആഘോഷിക്കുന്നതെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. വിചിത്രമായ കാര്യമെന്തെന്നാൽ ഈ നാവികർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. ചിലർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ചിലർ ഡച്ച് അല്ലെങ്കിൽ സ്പാനിഷ് സംസാരിക്കുന്നു, ചിലർ പരസ്പരം തർക്കിക്കുന്നു.
ഒരു നാവികൻ മറ്റൊരാളോട് പറയുന്നു, മറുവശത്ത് കാത്തിരിക്കുന്ന സ്വർണമില്ലായിരുന്നെങ്കിൽ നാം എല്ലാവരും പരസ്പരം കൊല്ലുമായിരുന്നു. തീർച്ചയായും ആ സ്വർണം നമ്മളാണ്. കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോൾ അവർ നമ്മെ ചെറിയ ഗ്രൂപ്പുകളായി വളർത്തുന്നു. മോക്സിപ്പിക്കാനല്ല, വൃത്തിയാക്കലിനായി. അവരതിനെ ചരക്ക് വായുസഞ്ചാരം എന്ന് വിളിക്കുന്നു. എല്ലാവരെയും ഡെക്കിലേക്ക് വലിച്ചിഴച്ച് തണുത്ത കടൽവെള്ളവും കട്ടിയുള്ള ബ്രഷുകളും ഉപയോഗിച്ച് കഴുകുന്നു. വെള്ളം നമ്മുടെ ചർമ്മത്തെ വളരെ വേദനിപ്പിക്കുന്നു, പ്രത്യേകിച്ച് ചങ്ങലകൾ നമ്മുടെ ശരീരത്തിൽ മുറിവേൽപ്പിച്ച സ്ഥലങ്ങളിൽ. ചില നാവികർ മുറിവുകളിൽ എന്തെങ്കിലും പുരട്ടിപ്പുരുന്നു. അത് കട്ടിയുള്ളതും ഇരുണ്ടതും ഒട്ടിപ്പിടിക്കുന്നതുമാണ്. പിന്നീട് നാം കണ്ടെത്തുന്നു അത് താർ അല്ലെങ്കിൽ എണ്ണയാണെന്ന്, മരുന്നല്ല. പിന്നീട് നമ്മെ വിൽക്കുകയാണെങ്കിൽ ആരോഗ്യവാന്മാരായി കാണിക്കാനുള്ള ഒരു തന്ത്രം. രോഗികളായ തടവുകാരുടെ വിൽപ്പന വില ഉയർത്താൻ ഈ വ്യാജ ചികിത്സകൾ ഉപയോഗിച്ചിരുന്നുവെന്ന് ചരിത്രകാരന്മാർ ഇപ്പോൾ വിശ്വസിക്കുന്നു. മറ്റൊന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ക്രൂ വലിയ ബാരൽ നാരങ്ങ തുറക്കുന്നു. തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല, അവർ അത് സ്വന്തമായി സൂക്ഷിക്കുന്നു. എന്തുകൊണ്ട്? കാരണം സ്കർവി വരുമെന്ന് അവർക്കറിയാം. വിറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന മോണയിൽ നിന്ന് രക്തസ്രാവം, അസ്ഥികളുടെ ബലഹീനത, മരണം എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു ഭയാനകമായ രോഗമാണിത്. അവർ സിട്രസ് പഴങ്ങൾ കഴിക്കുകയും ആരോഗ്യത്തോടെ തുടരുകയും ചെയ്യുന്നു. നമുക്ക് ഒന്നും ലഭിക്കുന്നില്ല. നമ്മളിൽ ചിലർക്ക് മോണയിൽ നിന്ന് രക്തസ്രാവമുണ്ടാകാൻ തുടങ്ങുന്നു. നമ്മുടെ പല്ലുകൾക്ക് അയവ് തോന്നുന്നു. നമ്മുടെ കൈകൾക്ക് ഭാരം തോന്നുന്നു. എന്തോ കുഴപ്പമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അതിന് എന്ത് വിളിക്കണമെന്ന് നമുക്കറിയില്ല. ചുവന്ന രോമമുള്ള യുവാവായ ഒരു നാവികൻ ഒരിക്കൽ ഒരു ഓറഞ്ച് കഷണം ഹോൾഡിലേക്ക് എറിയുന്നു. ഒരു സ്ത്രീ അത് പിടിച്ച് വേഗത്തിൽ നാവിനടിയിൽ ഒളിപ്പിക്കുന്നു. മറ്റുള്ളവർ അവളെ കോപത്തോടെയല്ല, നിശബ്ദവും പൊള്ളയായതുമായ അസൂയയോടെയാണ് നോക്കുന്നത്. ആ ഒരു ചെറിയ പഴം ഒരു സ്വർണനിധി പോലെ തോന്നുന്നു. ഡെക്കിന് താഴെ എല്ലാം വഷളാകുന്നു. ദുർഗന്ധം അസഹനീയമാണ്. അഴുകലിൻ്റെയും വിയർപ്പിൻ്റെയും അസുഖത്തിൻ്റെയും കട്ടിയുള്ള വായു ജീവനുള്ളതായി തോന്നുന്നു. തുറന്ന വ്രണങ്ങൾക്ക് ചുറ്റും ഈച്ചകൾ മുഴങ്ങുന്നു. എലികൾ ഇപ്പോൾ കൂടുതൽ ധൈര്യശാലികളാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ അവ നെഞ്ചിലും കഴുത്തിലും ഓടുന്നു. പക്ഷേ ആരും അധികം ഉറങ്ങുന്നില്ല. എല്ലാ രാത്രിയും തൻ്റെ മകൾക്കായി നിലവിളിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അവളെ നേരത്തെ കൊണ്ടുപോകപ്പെട്ടതാണോ അതോ മാർച്ച് സമയത്ത് മരിച്ചതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എല്ലാ രാത്രിയും അയാൾ ഒരു പൊട്ടിയ ഡ്രമ്മ് പോലെ അവളുടെ പേരാവർത്തിക്കുന്നു. നാവികർ അവനോട് ആക്രോശിക്കുന്നു. ഒരു രാത്രി അവരവനെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നു. അതിനുശേഷം അയാളുടെ ശബ്ദം എന്നേക്കുമായി നിശബ്ദമാകുന്നു. ക്രൂവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന വിചിത്രവും അപ്രതീക്ഷിതവുമായ കാര്യങ്ങളിലൊന്ന്, അവരിൽ പലരും നമ്മളെ ഭയപ്പെടുന്നു. എല്ലാവരുമല്ല, ചിലർ. അവർ അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നു. നമ്മൾ ശാപങ്ങൾ വഹിക്കുന്നുണ്ടെന്ന് അവർ കരുതുന്നു. ആഫ്രിക്കൻ ആത്മാക്കൾക്ക് കൊടുങ്കാറ്റുകളെയോ രോഗങ്ങളെയോ വിളിക്കാൻ കഴിയുമെന്ന് അവർ പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്വന്തം ഭാഷകളിൽ പരസ്പരം മന്ത്രിക്കുന്നത് അവർക്കിഷ്ടപ്പെടാത്തത്. അവർ മന്ത്രവാദം നടത്തുകയാണെന്നവർ പറയുന്നു. അവർ തിരിച്ചറിയുന്നില്ല, നമ്മൾ മന്ത്രങ്ങൾ ഉരുവിടുകയല്ല, പക്ഷേ ആരാണെന്ന് ഓർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു രാത്രിയിൽ ജീവനക്കാർക്കിടയിൽ ഒരു വലിയ തർക്കമുടലെടുക്കുന്നു. കപ്പലിൻ്റെ ഗതിയെക്കുറിച്ച് എന്തോ ഒന്ന്. ബാർബഡോസ്, കാർട്ടജീന, ബഹിയ എന്നീ സ്ഥലങ്ങളുടെ പേരുകൾ അവർ വിളിച്ചു പറയുന്നത് കേൾക്കുന്നു. ഒരാൾ പറയുന്നു കാറ്റ് തെറ്റാണെന്ന്. മറ്റൊരാൾ പറയുന്നു കോമ്പസ് കാണിക്കുന്നുവെന്ന്. അത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. അവർ നമ്മെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അവർക്ക് തന്നെ അറിയാമോ? അതാണ് കാര്യം. ഈ യാത്രകളിൽ എത്രമാത്രം ആസൂത്രണം നടന്നുവെന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നു. ചില രേഖകൾ പറയുന്നത് വഴികൾ ശ്രദ്ധാപൂർവം മാപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ്. മറ്റുള്ളവർ പറയുന്നു അവ ഊഹങ്ങളും ഭാഗ്യവും കൊണ്ട് നിറഞ്ഞിരുന്നുവെന്ന്. എന്തായാലും അതാരുടെയും നിയന്ത്രണത്തിലാണെന്ന് തോന്നുന്നില്ല. പിന്നെ ചൂട് കൂടുതൽ ഉയരുന്നു. താഴത്തെ ഡെക്ക് ഒരു തിളയ്ക്കുന്ന പാത്രമായി മാറുന്നു. നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മിൽ ചിലർ തളർന്നു വീഴാൻ തുടങ്ങുന്നു. കപ്പൽ ഡോക്ടർ, നിങ്ങൾക്ക് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാമെങ്കിൽ
അയാൾ നമ്മുടെ ഇടയിൽ നടക്കുന്നു. നമ്മുടെ തൊലി നുള്ളുകയും പഴം മണക്കുന്നതുപോലെ വായു മണക്കുകയും ചെയ്യുന്നു. അവനൊരു ചെറിയ പുസ്തകത്തിൽ കുറിപ്പുകൾ എഴുതുന്നു. ആരെങ്കിലും ചുമയ്ക്കുമ്പോൾ, രക്തം വരുമ്പോൾ, ആരെങ്കിലും വെള്ളത്തിനായി യാചിക്കുമ്പോൾ. അയാൾ തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. അവന്റെ ഹൃദയം അയാൾക്കുണ്ടെങ്കിൽ അത് മറ്റെവിടെയോ ആണ്. അവനിൽ എന്തോ വിചിത്രത നാം ശ്രദ്ധിക്കുന്നു. ചൂടായിരിക്കുമ്പോഴും അവൻ കയ്യുറകൾ ധരിക്കുന്നു. ഒരുപക്ഷെ അവൻ നമ്മെ തൊടാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ അവൻ രോഗാണുക്കളെ ഭയന്നിരിക്കാം. എന്തായാലും അവൻ സഹായിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. കാർഗോ വളരെ വേഗത്തിൽ മരിക്കാതിരിക്കാൻ അവൻ ഇവിടെയുണ്ട്. അതെ, നമ്മൾ പതിയെ മരിക്കാൻ തുടങ്ങുന്നു. ആദ്യം മരിക്കുന്നത് വൃദ്ധരാണ്, പിന്നെ കുഞ്ഞുങ്ങൾ, പിന്നെ ദുർബലർ. ചിലരെ രാത്രിയിൽ നിശബ്ദമായി മരണം കൊണ്ടുപോകുന്നു. അവരുടെ ശ്വാസം നിലയ്ക്കുന്നു. മറ്റുള്ളവർ വേദനയോടെ നിലവിളിക്കുന്നു. പക്ഷേ മരണം അവരെ തേടിയെത്തുന്നില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് വരുന്നത്. എല്ലാ ദിവസവും രാവിലെ ക്രൂ മൃതദേഹങ്ങൾ കടലിലേക്കെറിയുന്നു. പ്രാർത്ഥനകളില്ല, വാക്കുകളില്ല, കനത്ത ശബ്ദം മാത്രം, പിന്നെ നിശബ്ദത. കടൽ അവരെ പരാതിയില്ലാതെ വിഴുങ്ങുന്നു. ഒരു ദിവസം രാവിലെ എല്ലാവരെയും വീണ്ടും ഒരു കൂട്ടമായി മുകളിലേക്ക് വലിച്ചിടുന്നു. ഇത്തവണ അവർ പുതിയൊരു കാര്യം ചെയ്യുന്നു. അവർ നമ്മുടെ ചർമ്മത്തിൽ എണ്ണ പുരട്ടുന്നു, നമ്മുടെ മുടി ചീകുന്നു, നമ്മുടെ മുഖം തുടയ്ക്കുന്നു. ദയ കൊണ്ടല്ല, അവർ നമ്മെ ഒരുക്കുകയാണ്. താമസിയാതെ നമ്മൾ കരയിലെത്തും. ഉള്ളിൽ തകർന്നാലും നമ്മൾ ശക്തരായി കാണപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നമ്മുടെ അരികിലുള്ള സ്ത്രീയുടെ കണ്ണുകൾക്ക് വെളിച്ചം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൾ സംസാരിക്കുന്നില്ല, അനങ്ങുന്നില്ല. പക്ഷേ കടലിന്റെ അരികിലെ ഒരു ഇരുണ്ട വര പോലെ തീരപ്രദേശം കാണുമ്പോൾ അവർ ഒരു വാക്ക് മന്ത്രിക്കുന്നു. നമുക്കാർക്കും അത് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷേ അത് അവളുടെ പേരായിരിക്കാം, ഒരുപക്ഷേ അത് വിടവാങ്ങലായിരിക്കാം. നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ജോലിക്കാർ കപ്പൽ വൃത്തിയാക്കാൻ തുടങ്ങുന്നു. അവർ ചങ്ങലകൾ മാറ്റിവെക്കുന്നു, ഭക്ഷണത്തിന്റെ ബാരലുകൾ തുറക്കുന്നു, ഡെക്ക് കഴുകുന്നു. അവരും തയ്യാറെടുക്കുകയാണ്, ദയ കൊണ്ടല്ല, മറിച്ച് ബിസിനസ്സിനായി. കാരണം നമ്മളിവിടെ ആളുകളല്ല, നമ്മൾ ഉൽപ്പന്നങ്ങളാണ്. താമസിയാതെ നമ്മളെ ബ്ലോക്കുകളിൽ നിർത്തപ്പെടും. സ്പർശിച്ചു, വില നിശ്ചയിച്ചു, അവർ നമ്മളെ വിൽക്കപ്പെടും. എന്നാൽ നാം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു, കപ്പൽ കരയിലെത്തുന്നതിനു മുൻപ് എന്തെങ്കിലും നമ്മെ രക്ഷിക്കുമെന്ന്. ദിവസങ്ങൾ ഒരിക്കലും അവസാനിക്കാത്തൊരു ചങ്ങല പോലെ നീണ്ടുപോകുന്നു. നമ്മൾ ഡെക്കിന് താഴെ കിടക്കുന്നു. ചുവരിൽ ഇഷ്ടികകൾ അടുക്കിയ പോലെ നമ്മളെല്ലാവരും കുടുങ്ങിക്കിടക്കുന്നു. ചൂടും വേദനയും, ഒന്ന് ശ്വസിക്കാൻ പോലും നമ്മൾ ബുദ്ധിമുട്ടുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഒരു വഴിയുമില്ല. നമുക്ക് പൂർണ്ണമായും ഇരിക്കാനും കഴിയില്ല. നമ്മൾ അവിടെ കിടക്കുന്നു. അരികിലായി കണങ്കാലിലോ കൈത്തണ്ടയിലോ ചങ്ങലയിട്ട്, ചിലപ്പോൾ രണ്ടിലുമിട്ട് കാണും. ആരെങ്കിലും ചുമയ്ക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അത് അനുഭവപ്പെടുന്നു. ആരെങ്കിലും കരയുമ്പോൾ നമുക്കെല്ലാവർക്കും അത് കേൾക്കാം. ആരെങ്കിലും മരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അത് മണക്കാം. താഴത്തെ ഡെക്ക് തിരക്കുള്ളത് മാത്രമല്ല, അത് ഏറ്റവും മോശമായ രീതിയിൽ ജീവനുള്ളതാണ്. വിയർപ്പും രോഗവും വിശപ്പും ദുഃഖവും എല്ലാം കൂടി കലർന്നത്. 100ഓളം വരുന്ന മറ്റാളുകളുമായി ഒരു ചെറിയ പെട്ടിയിൽ കുടുങ്ങിക്കിടക്കുന്നത് സങ്കൽപ്പിക്കൂ. എല്ലാവരും ഒരേ ദുർഗന്ധമുള്ള വായു ശ്വസിക്കുന്നു. എല്ലാവരും സ്ഥലത്തിനായി കൊതിക്കുന്നു. രാവും പകലും നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ താഴെയുള്ള വായുവിന് പുതുമയില്ല. അത് ഈർപ്പവും കട്ടിയുള്ളതുമാണ്. ഓരോ ശ്വാസവും ഒരു പോരാട്ടം പോലെ തോന്നുന്നു. ഒരാൾക്ക് പനിയോ വയറിളക്കമോ ഉണ്ടെങ്കിൽ വൃത്തിയാക്കാൻ സ്ഥലമില്ല. എല്ലാം തറയിലോ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് തന്നെയോ അല്ലെങ്കിൽ വായുവിലായിട്ട് തന്നെ നിലനിൽക്കും. താമസിയാതെ അത് സാധാരണമാകും. വെറുപ്പ് സാധാരണമാകും. നമുക്ക് ജനാലകളില്ല. മരപ്പലകൾക്കിടയിലുള്ള ചെറിയ വിടവുകൾ. അവിടെ കുറച്ച് പ്രകാശകിരണങ്ങൾ ഭൂതങ്ങളെപ്പോലെ വഴുതി വീഴുന്നു. ഇരുട്ടിനെ ലഘൂകരിക്കാൻ ഈ ബീമുകൾ ഒന്നും ചെയ്യുന്നില്ല. മുകളിൽ എവിടെയോ സൂര്യൻ ഇപ്പോഴും പ്രകാശിക്കുന്നു. പക്ഷേ അതൊന്നും നമുക്ക് വേണ്ടിയല്ല. ശേഷം ഭക്ഷണം വരുമ്പോൾ അതൊരു മെറ്റൽ ബക്കറ്റിലാണ് കൊണ്ടുവരുന്നത്. പുളിച്ചാരി,
പയറ് അല്ലെങ്കിൽ ഗ്രൂവൽ എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന്. രുചിയില്ലാത്ത വെള്ളമുള്ള ചാരനിറത്തിലുള്ള ഒരു അരവം. നമ്മൾ വേഗത്തിൽ കഴിച്ചില്ലെങ്കിൽ നാവികർ ബക്കറ്റുകൾ എടുത്തു കളയുന്നു. നമ്മൾ വെള്ളം തെറിപ്പിച്ചാൽ നമ്മളെ ചാട്ടവാറടിക്കപ്പെടുന്നു. അതുകൊണ്ടുതന്നെ വിശപ്പ് ഒരു സ്ഥിരം അവസ്ഥയായി മാറുന്നു. ചിലർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാമല്ലോ എന്നോർത്ത് വളരെ പതുക്കെ കഴിക്കുന്നു. മറ്റു ചിലർ കാട്ടുമൃഗങ്ങളെപ്പോലെ എല്ലാം വിഴുകുന്നു. പക്ഷേ മറ്റു ചിലർ ഭക്ഷണം കഴിക്കുന്നത് തന്നെ നിർത്തുന്നു. ഒന്നും നോക്കാതെ അവർ നിശ്ചലമായി കിടക്കുന്നു. അവരുടെ ശരീരം ചുരുങ്ങുന്നു. അവരുടെ കവിൾത്തടങ്ങൾ ഉള്ളിലോട്ട് കുഴിയുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. ഒരു ദിവസം നമ്മുടെ അടുത്തുള്ള ഒരു സ്ത്രീ വീണ്ടും മൃദുവായി പാടാൻ തുടങ്ങുന്നു. അവളുടെ വാക്കുകൾ വരണ്ടതും പൊട്ടിയതുമാണ്. പക്ഷേ ഈ ഭയാനകമായ സ്ഥലത്തു പോലും അവളുടെ പാട്ട് മനോഹരമാണ്. അത് നമ്മിൽ ചിലരെ കണ്ണുകളടച്ച് വീടിനെ സങ്കൽപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ഒരു നാവികൻ നിലവിളിച്ച് ഒരു വടികൊണ്ട് മരത്തിൽ മുട്ടുമ്പോൾ അവളുടെ പാട്ട് മുറിഞ്ഞു പോകുന്നു. ശബ്ദിക്കുന്നില്ലേ? അയാൾ കുരയ്ക്കുന്നു. ഗാനം അവസാനിക്കുന്നു. അവിടെ ആകമാനം നിശബ്ദത തിരികെ വരുന്നു. നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന മറ്റൊന്നുണ്ട്. നമ്മുടെ ചർമ്മം. അതാകെ മാറുന്നു. സൂര്യനിൽ നിന്നോ കടലിൽ നിന്നോ മാത്രമല്ല, ഇത്രയും നേരം നനഞ്ഞ മരത്തിൽ കിടന്നതിനാൽ ചുവന്ന പാടുകൾ വന്നിരിക്കുന്നു. ചിലത് തുറന്ന മുറിവുകളായി വളരുന്നു. വൃത്തിയുള്ള ബാൻഡേജുകളോ ശുദ്ധജലമോ ഇല്ലാത്തതിനാൽ ആ മുറിവുകൾ വേഗത്തിൽ നമ്മു കേൾക്കുന്നു. കപ്പൽ രോഗമെന്ന് വിളിക്കപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആളുകൾ മന്ത്രിക്കുന്നു. ചിലരിത് സ്കർവിയാണെന്ന് പറയുന്നു. മറ്റുള്ളവരിത് കൂടുതൽ മോശമായ ഒന്നാണെന്ന് പറയുന്നു. അടിമക്കപ്പലുകളിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നതെന്താണെന്ന് ചരിത്രകാരന്മാർക്ക് ഇപ്പോഴും സംശയമാണ്. അത് രോഗമാണോ, പട്ടിണിയാണോ, അക്രമമാണോ, വിഷാദമാണോ? ഓരോ യാത്രയും വ്യത്യസ്തമായിരുന്നു. പക്ഷേ കഷ്ടപ്പാടുകൾ എപ്പോഴും ഉറപ്പായിരുന്നു. ശക്തനും തീ നിറഞ്ഞവനുമായ ഒരാൾ ഇപ്പോൾ നെഞ്ചിൽ കൈകൾ കെട്ടി കിടക്കുകയാണ്. നമ്മൾ അവനെ കുലുക്കുമ്പോൾ അവൻ അനങ്ങുന്നില്ല. എന്നാൽ അവൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. പക്ഷെ അവർക്കൊന്നും കാണാൻ കഴിയില്ല. പിന്നീട് മൃതദേഹങ്ങൾ എടുക്കുമ്പോൾ അവനും പോകുന്നു. കടലിലേക്ക് തീറ്റയായി പോകുന്ന മറ്റൊരാത്മാവ്. മരണത്തെ കാണുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ മണം പിടിക്കാൻ തുടങ്ങുന്നു. പുക പോലെ ആ ഗന്ധം ആ ദ്വാരത്തിലൂടെ നീങ്ങുന്നു. അത് നമ്മുടെ ചർമ്മത്തിലും വായിലും മുടിയിലുമൊക്കെയായി പറ്റിപ്പിടിക്കുന്നുണ്ട്. നമ്മളിൽ ചിലർക്ക് മൂക്കിൽ നിന്ന് രക്തസ്രാവം വരുന്നു. മറ്റു ചിലർക്ക് പല്ലുകൾ നഷ്ടപ്പെടുന്നു. ചിലരൊരിക്കലും ഉണരാത്ത ഉടക്കത്തിലേക്ക് വീഴുന്നു. എന്നിട്ടും ഇതിനിടയിലും കപ്പൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു, ഒരു ദൗത്യം നിർവഹിക്കാൻ പോകുന്ന മൃഗത്തെപ്പോലെ. ഒരിക്കൽ ഒരു കൊടുങ്കാത്തിനിടയിൽ കടൽ മുമ്പന്നത്തെക്കാളും ഉച്ചത്തിൽ അലറുന്നത് നമുക്ക് കേൾക്കാം. മുകളിൽ ഇടിമിന്നൽ വീഴുന്നു. മഴ ഡെക്കിനെ തളർത്തുന്നു. കപ്പൽ പെട്ടെന്നൊരു വശത്തേക്ക് ചരിയുന്നു. നമ്മൾ തെന്നിമാറി പരസ്പരം ഇടിക്കുന്നു. ചങ്ങലകൾ മുറുകെ പിടിക്കുന്നു. ആരോ നിലവിളിക്കുന്നു. ഒരു ബക്കറ്റ് ഉരുളുന്നു. വെള്ളം ഇരച്ചു കയറുന്നു. രാത്രി മുഴുവൻ കൊടുങ്കാറ്റ് നീണ്ടു നിൽക്കുന്നു. കപ്പൽ പകുതിയായി ഒടിഞ്ഞു വീഴാൻ പോകുന്നത് പോലെ നമ്മൾ നന്നായി പിടിച്ചു നിൽക്കുന്നു. അതിജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് മറക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും മാത്രമാണ്. കൊടുങ്കാറ്റ് അവസാനിക്കുമ്പോൾ വായുവിന് കൂടുതൽ സുഗന്ധം കിട്ടിയതുപോലെ തോന്നുന്നു. മുകളിലെ വിള്ളലുകളിലൂടെ മഴവെള്ളം ഒഴുകുന്നു. അത് നമ്മുടെ മുഖത്തേക്ക് ഇറ്റിറ്റു വീഴുന്നു. നമ്മളിൽ ചിലർ തുള്ളികൾ നക്കാൻ ശ്രമിക്കുന്നു. അതാണ് നമ്മൾ ഇത്രയും നാൾ കുടിച്ചതിൽ വെച്ച് ഏറ്റവും ശുദ്ധമായ വെള്ളം. നമ്മുടെ അടുത്തുള്ള ഒരു ആൺകുട്ടി നാവ് നീട്ടി വെള്ളം തൊടുമ്പോൾ ചിരിക്കുന്നു. ആഴ്ചകൾക്ക് ശേഷമാണ് നമ്മൾ ഒരു ചിരി കേൾക്കുന്നത്. ആരെങ്കിലും അവനെ നിശബ്ദനാക്കുന്നതുവരെ അത് നിലനിൽക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ അതാണ് കഷ്ടിച്ച് നമ്മൾ ഇപ്പോഴും മനുഷ്യരാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നീട് അസ്വാഭാവികമായ എന്തോ സംഭവിക്കുന്നു. ഒരു ക്രൂ മെമ്പർ ഇറങ്ങി വന്ന് ഒരു വിളക്ക് കത്തിക്കുന്നു. അയാൾ കുനിഞ്ഞ് നമ്മെ നോക്കുന്നു. വെറുപ്പോടെയല്ല, മറിച്ചൊരു വിചിത്രമായ ജിജ്ഞാസയോടെ. അദ്ദേഹം മൃദുവായ ശബ്ദത്തിൽ സംസാരിക്കുന്നു. നിങ്ങൾ മറ്റാരേക്കാളും കൂടുതൽ കാലം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകളും നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖം തന്നെ നമ്മോട് നമ്മളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന അത്ഭുതകരമായ സത്യം പറയുന്നു. അദ്ദേഹം മറച്ചുമരിൽ വിരലുകൾ തട്ടിക്കൊണ്ട് നിരയിലൂടെ നടക്കുന്നു. പിന്നീട് അദ്ദേഹം ഏറ്റവും ക്ഷീണിതനായ ഒരാളുടെ അടുത്ത് നിർത്തി കണ്ണു ചിമ്മുന്നു.
പിന്നീട് ആ മനുഷ്യനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ കപ്പലിൽ നിന്ന് എടുത്തെറിയുന്നില്ല. അദ്ദേഹത്തെ കപ്പലിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. എപ്പോഴത്തെയും പോലെ പിന്നീടൊരിക്കലും നമ്മൾ അവനെ കാണുന്നില്ല. ചിലർ പരീക്ഷണങ്ങൾക്കായി അവനെ ഉപയോഗിക്കുന്നുണ്ടെന്ന് സംശയിക്കുന്നു. മറ്റു ചിലർ പിന്നീട് വിൽക്കാൻ വേണ്ടി അവനെ ജീവനോടെ നിലനിർത്താൻ ശ്രമിക്കുകയാണെന്ന് കരുതുന്നു. ആർക്കും ഉറപ്പില്ല. ചരിത്ര പുസ്തകങ്ങൾ അപൂർവമായി പരാമർശിക്കുന്ന ഒന്നാണ്. ചില കപ്പലുകളിൽ പ്രത്യേക മുറികളുണ്ടായിരുന്നു. അവിടെ രോഗികളെ മാർക്കറ്റിലെത്താൻ കഴിയുന്നത്ര സമയം ജീവനോടെ സൂക്ഷിച്ചിരുന്നു. കരുണ കൊണ്ടല്ല, പണത്തിനു വേണ്ടി മാത്രം. മറ്റൊരു ദിവസം നമ്മുടെ മുകളിലൂടെ ഭാരമുള്ള എന്തോ വലിച്ചിഴിക്കുന്നത് നാം കേൾക്കുന്നു. പിന്നെ കത്തിയ ലോഹത്തിന്റെ ഗന്ധം. അന്ന് അവരുടെ ബ്രാൻഡിംഗ് ദിനമാണ്. അതിനാൽ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായവരെടുത്ത് മുകളിലോട്ട് കൊണ്ടുപോയി അവരുടെ കൈകളിലൊക്കെയായിട്ട് ചൂടുള്ള ഇരുമ്പുകൊണ്ട് അവരുടെ ബ്രാൻഡ് മുദ്ര കുത്തുന്നു. ഒരക്ഷരമോ ചിഹ്നമോ അവരുടെ തോളിലോ നെഞ്ചിലോ കത്തിച്ചു പതിപ്പിക്കുന്നു. കന്നുകാലികളെ പോലെ നമ്മൾ നമ്മളിലുള്ളവരുടെ തന്നെ നിലവിളികൾ കേൾക്കുന്നു. ശപിക്കപ്പെട്ട അഗ്നിയിൽ നിന്നുള്ള പുക പോലെ കത്തിയ മാംസത്തിന്റെ ഗന്ധം താഴേക്ക് ഒഴുകി വരുന്നു. അടുത്തത് നമ്മുടെ ഊഴമായിരിക്കുമെന്ന് നമുക്കറിയാം. വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ കപ്പലിലെ ജോലിക്കാർക്ക് ഇപ്പോഴും ചില നിയമങ്ങളുണ്ട്. കപ്പിത്താൻ ഒരു പുസ്തകവുമായി നടക്കുന്നു. എല്ലാ ദിവസവും രാവിലെ അതിലെഴുതുന്നു, ഞങ്ങളിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട്, എത്ര ഭക്ഷണം ബാക്കിയുണ്ട്, കാലാവസ്ഥ എങ്ങനെയുണ്ട് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. ശരിയാണ്, നമ്മുടെ ആരോഗ്യത്തേക്കാൾ സൂക്ഷ്മമായി അദ്ദേഹം കാലാവസ്ഥ നിരീക്ഷിക്കുന്നു. ഒരു നാവികൻ തമാശയായി പറയുന്നു, അടിമകളെക്കാൾ ആകാശത്തിനാണ് പ്രാധാന്യം. നമ്മളത് കേൾക്കരുതാത്തതാണ്, പക്ഷെ നമ്മൾ കേൾക്കുന്നു. ഓരോ ദിവസവും ആരെങ്കിലും അപ്രത്യക്ഷനാകുന്നു. ചിലപ്പോൾ അവർ മരിക്കുന്നു, ചിലപ്പോൾ അവരെ മുകളിലോട്ട് കൊണ്ടുപോകുന്നു, പിന്നെ അവർ തിരികെ വരുന്നില്ല. ചിലപ്പോൾ അവർ കടലിലേക്ക് ചാടി തിരമാലകളിൽ മറയുന്നു. നമ്മൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങുകയാണ്, ഇവിടെ കിടന്ന് മരിക്കുകയാണോ അതോ അപ്പുറത്ത് കൊണ്ടുപോയി വിൽക്കുകയാണോ, എന്തായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്? നമ്മൾ സ്വയം ഇരുന്ന് ചിന്തിക്കുകയാണ്. പക്ഷേ അതിനൊരു യഥാർത്ഥ ഉത്തരം നമുക്ക് കിട്ടുന്നില്ല. ഇരുട്ടിൽ നമ്മൾ വാക്കുകളില്ലാതെ സംസാരിക്കാൻ പഠിക്കുന്നു. ഒരു നോട്ടത്തിലൂടെ, ഒരു ഞരക്കത്തിലൂടെ, ഒരു ശ്വാസത്തിലൂടെ. നമ്മൾ പരസ്പരം നിശബ്ദമായി കൈകോർത്ത് പിടിക്കുകയാണ്. രഹസ്യമായി ഭക്ഷണം പങ്കിടുന്നു. നമ്മൾ കൊന്തയും ചരടും തുണിക്കഷ്ണവും പോലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ തുടങ്ങുന്നു. വീട്ടിനെ ഓർമ്മിപ്പിക്കുന്ന ചെറിയ നിധികൾ. ഒരു പ്രതീക്ഷയുമില്ലാത്ത ഈ ഭീകരമായ സാഹചര്യത്തിൽ പോലും നമ്മൾ പരസ്പരം പാട്ടുകൾ പഠിപ്പിക്കുന്നു, കിന്നാരങ്ങൾ പറയുന്നു, നമുക്കറിയാവുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ലോകം നമ്മളിൽ നിന്നെല്ലാം കവർന്നെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പേരുകൾ നമ്മൾ ഉപേക്ഷിക്കുകയില്ല. തൽക്കാലമില്ല. ഇപ്പോൾ ചൂട് അസഹനീയമാണ്. അതൊരു ഭാരം പോലെ നമ്മുടെ മേൽ അമരുന്നു. ഓരോ മണിക്കൂറിലും ശ്വസിക്കാൻ പ്രയാസമാക്കുന്നു. നമ്മുടെ താഴെയുള്ള മരം കടൽ വെള്ളത്താലല്ല, വിയർപ്പ്, രക്തം, മാലിന്യം എന്നിവയാൽ നനഞ്ഞിരിക്കുന്നു. ശുദ്ധവായുവില്ല. ദുർഗന്ധം ഒരിക്കലും വിട്ടുപോകുന്നില്ല. വായിലൂടെ സാവധാനം ശ്വസിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. പക്ഷേ വായുവിൻ്റെ രുചി പോലും നമ്മെ രോഗിയാക്കുന്നു. പിന്നെ നല്ല വിശപ്പുണ്ട്. ആദ്യമൊക്കെ വിശപ്പ് വയറ്റിൽ കത്തി പോലെ മൂർച്ചയുള്ളതാണ്. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം അത് മാറുന്നു. അതൊരു ഒഴിഞ്ഞ ഡ്രമ്മ് പോലെ മങ്ങിയതും പൊള്ളയുമായി മാറുന്നു. നമുക്ക് എപ്പോഴും തലകറക്കം അനുഭവപ്പെടുന്നു. ഇരിക്കുമ്പോൾ നമ്മുടെ തല കറങ്ങുന്നു. പകുതി ഉണർന്നിരിക്കുമ്പോൾ നമ്മളിൽ ചിലർ വിചിത്രമായ സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും മരങ്ങൾക്കടിയിൽ തണുത്ത തണലിൻ്റെയും ദർശനങ്ങൾ. പക്ഷേ നമ്മൾ എപ്പോഴും കപ്പലിൻ്റെ ഇരുണ്ട മുറിയിൽ ഉണരുന്നു. അവർ ഇപ്പോൾ ദിവസത്തിൽ ഒരിക്കൽ ഭക്ഷണം നൽകുന്നു. ബഹുവശേ കുറവായിരിക്കാം. മിക്കപ്പോഴും അതൊരു പിടി ഉണങ്ങിയ പയർ അല്ലെങ്കിൽ പഴയ കഞ്ഞി പോലെയുള്ള എന്തെങ്കിലുമായിരിക്കും. നാവികരത് പുറത്തേക്ക് കൊടുക്കുമ്പോൾ നമ്മെ നോക്കുക പോലുമില്ല. അവർ ഭക്ഷണത്തിൻ്റെ ബക്കറ്റുകൾ താഴെ കിടുന്നു. നമ്മളെല്ലാവരും അതിനായി വഴക്കിടുന്നു. വെള്ളം വളരെ മോശമാണ്. ചൂടുള്ളതും പഴകിയതും പലപ്പോഴും വഴുവഴുപ്പുള്ളതുമാണ്. അത് തുരുമ്പും പഴയ മരം പോലെയാണ്. ചില ബക്കറ്റുകൾ പകുതി വെള്ളം നിറച്ചിരിക്കുന്നു, മറ്റുള്ളവയിൽ ഒരു സിപ്പ് മാത്രം. ഒരിക്കൽ നമ്മുടെ കൂടെയുള്ള ഒരാൾ തൻ്റെ കപ്പ് താഴെയിടുന്നു. അയാളത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു നാവികൻ ഒരു വടി കൊണ്ട് അയാളുടെ മുഖത്തടിക്കുന്നു. നമ്മുടെ ചുണ്ടുകൾ പൊട്ടുന്നു, തൊലി അടരുന്നു, വയറുകൾ ചുരുങ്ങുന്നു. പിന്നെ എലികൾ വരുന്നു. അവർ ഇനി നമ്മെ ഭയപ്പെടുന്നില്ല. അവർ നമ്മുടെ കാലുകളിലൂടെയും കഴുത്തിലൂടെയും മുഖങ്ങളിലൂടെയും ഇഴയുന്നു. രാത്രിയിൽ അവർ പരസ്പരം പോരിടുന്നു, അലറുകയും കടിക്കുകയും ചെയ്യുന്നു. ചിലർ കഴിക്കാൻ എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടി അവയെ പിടികൂടി കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ ചിന്ത നമ്മെ അസ്വസ്ഥരാക്കുന്നു, പക്ഷേ ജിജ്ഞാസയും ഉണ്ടാക്കുന്നു. ഒരാൾ എലിയെ കടിക്കുന്നു. ആര് കണ്ടാലും ഒരാൾക്ക് പ്രശ്നമില്ല.
അയാൾക്ക് ജീവിക്കണം. ഒരുപാട് പേർക്കറിയാത്ത ഒരു കാര്യമെന്തെന്നാൽ അടിമക്കപ്പലുകളിൽ എലികൾ സാധാരണമായിരുന്നു. അവർ ഒരേ ഭക്ഷണം കഴിച്ചു, ഒരേ വെള്ളം കുടിച്ചു, അതേ വേഗത്തിൽ രോഗം പടർത്തി. ചില കപ്പലുകൾ പൂച്ചകളെ കൊണ്ട് അവയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പക്ഷേ മിക്ക കപ്പലുകളും ആ പരീക്ഷണം ഉപേക്ഷിച്ചു. കാരണം എലികൾ വളരെയധികമായിരുന്നു. രോഗം ഇപ്പോൾ വേഗത്തിൽ പടരുന്നു. ഇരുട്ടിലൊരു മാജിക് പോലെ അതൊരു ദേഹത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നു. പനി, വ്രണങ്ങൾ, ചുമ. ചിലർ കറുത്ത ദ്രാവകം ഛർദ്ദിക്കാൻ തുടങ്ങുന്നു. മറ്റു ചിലർ അനിയന്ത്രിതമായി വിറയ്ക്കുന്നു. മരുന്നില്ല, സഹായമില്ല, പ്രതീക്ഷയില്ല. ചിലപ്പോൾ ക്രൂ ഒരു നീണ്ട വടിയുമായി ഒരാളെ താഴെ ഇറക്കുന്നു. ആരൊക്കെ ഇപ്പോഴും ശ്വസിക്കുന്നുണ്ടെന്ന് കാണാൻ അയാൾ ആളുകളെ കുത്തുന്നു. അനങ്ങാൻ കഴിയാത്തവരെ വലിച്ചിഴച്ച് കടലിലേക്ക് എറിയുന്നു. അത് സംഭവിക്കുമ്പോൾ നമ്മൾ കരച്ചിൽ നിർത്തുന്നു. നമ്മൾ അങ്ങോട്ട് നോക്കുന്ന പോലുമില്ല. കാരണം ഈ കപ്പലിൽ മരിക്കുന്നതിനേക്കാൾ മോശമായ കാര്യങ്ങൾ പലതുമുണ്ട്. ചില നാവികർ വളരെ ക്രൂരരാണ്. അവരിലൊരാൾ, ചുവന്ന സ്കാർഫ് ധരിച്ച ഒരു ഉയരമുള്ള മനുഷ്യൻ, ഡെക്കിന്റെ അരികിലൂടെ നടന്ന് ഹോൾഡിലേക്ക് തുപ്പാൻ ഇഷ്ടപ്പെടുന്നു. ആരെയെങ്കിലും അടിക്കുമ്പോൾ അവൻ ചിരിക്കും. മറ്റൊരാൾ ആളുകളുടെ നിലവിളി കേൾക്കാൻ വേണ്ടി ചൂടുള്ള കൽക്കരി വാരി താഴോട്ടിടുന്നു. അയാൾ അതിനെ വളരെ രസകരം എന്നു പറയുന്നു. അതിലും മോശമായ വേറൊരു കാര്യമെന്തെന്നാൽ അവർ നമ്മളെ നൃത്തം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അത് വിചിത്രമായി തോന്നുമെങ്കിലും അത് യഥാർത്ഥമാണ്. അവർ അതിനെ വ്യായാമമെന്ന് വിളിക്കുന്നു. യാത്രയെ അതിജീവിക്കാൻ അത് നമ്മെ ശക്തരാക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു. അതിനാൽ അവർക്ക് നമ്മെ ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ കഴിയും. കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോൾ അവർ നമ്മെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. ശരീരം ചലിപ്പിക്കാൻ നിർബന്ധിക്കുന്നു. നമുക്ക് കഷ്ടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ പോലും നമ്മെക്കൊണ്ട് ചാടിക്കുകയും ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നു. ചിലർ തളർന്നു വീഴുന്നു. നിങ്ങൾ അനങ്ങിയില്ലെങ്കിൽ നിങ്ങളെ ചാട്ടവാറടിക്കും. ഒരു വൃദ്ധൻ ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഭാഷ സംസാരിക്കാൻ അറിയില്ലെങ്കിലും അയാൾ കണ്ണുകൊണ്ട് വേണ്ട എന്ന് പറയുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവർ അവനെ തല്ലി. അത് കഴിയുമ്പോൾ അവർ ബാക്കിയുള്ളവരെ കൊണ്ട് കൈയടിപ്പിക്കുന്നു. അതിനെ അവർ അച്ചടക്കമെന്ന് വിളിക്കുന്നു. നമ്മളതിനെ നാണക്കേടെന്ന് വിളിക്കുന്നു. എന്നിരുന്നാലും നിർബന്ധിത നൃത്തം ആരെയെങ്കിലും അതിജീവിക്കാൻ സഹായിച്ചോ എന്ന് ഇന്നും ചരിത്രകാരന്മാർ വാദിക്കുന്നു. ചിലർ പറയുന്നത് അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി, കൂടുതൽ പരിക്കുകൾ വരുത്തി, കൂടുതൽ ക്ഷീണം വരുത്തി എന്നാണ്. മറ്റുള്ളവർ പറയുന്നത് അത് നമ്മുടെ ആത്മാവിനെ കൂടുതൽ തകർക്കാനുള്ള ഒരു മാർഗം മാത്രമായിരുന്നു എന്നാണ്. ദിവസങ്ങൾ വീണ്ടും മങ്ങുന്നു. ഇപ്പോൾ കപ്പൽ പതുക്കെ കുലുങ്ങുന്നു. നമുക്ക് വേണ്ടാത്ത ഒന്നിലേക്കുള്ള ഒരു മന്ദഗതിയിലുള്ള യാത്രയാണിത്. പിന്നെ ഒരു ദിവസം ഒരു വിചിത്രമായ കാര്യം സംഭവിക്കുന്നു. നിശബ്ദത. മുകളിൽ ബൂട്ടുകളില്ല, നിലവിളിയില്ല, വിറകിന്റെ ശബ്ദമില്ല, തിരമാലകളുടെ ശബ്ദം മാത്രം. എന്തോ കുഴപ്പമുണ്ടെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ കപ്പൽ തകർന്നിരിക്കാം, ജീവനക്കാർ പോയിരിക്കാം. എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ പരസ്പരം മന്ത്രിക്കുന്നു. പിന്നെ മുന്നറിയിപ്പില്ലാതെ നമുക്ക് മുകളിലുള്ള ഹാച്ച് തുറക്കപ്പെടുന്നു. സൂര്യപ്രകാശം ഒരു ബ്ലേഡ് പോലെ ദ്വാരത്തിലൂടെ തുളച്ചു കയറുന്നു. പെട്ടെന്നുള്ള തിളക്കം നമ്മുടെ കണ്ണുകൾക്ക് വേദനയുണ്ടാക്കുന്നു. അവർ ചിലരെ ഓരോരുത്തരെയായി മുകളിലേക്ക് വലിക്കുന്നു. പുറത്തെ വായു ഒരേ സമയം ചൂടും പുതുമയും അനുഭവപ്പെടുത്തുന്നു. അത് ചർമ്മത്തിൽ കുത്തിക്കയറുന്നു. നമ്മൾ നിൽക്കുമ്പോൾ കാലുകൾ വിറയ്ക്കുന്നു. ചിലർ ഉടനടി താഴേക്ക് വീഴുന്നു. നമ്മെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയല്ല, മറിച്ച് കഴുകാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. വീണ്ടും തണുത്ത കടൽ വെള്ളം നമ്മുടെ മേൽ ചീറ്റിക്കുന്നു. പിന്നെ അവർ വൃത്തിയാക്കുന്നതിനേക്കാൾ കൂടുതൽ തുറമുള്ള ബ്രഷുകൾ ഉപയോഗിച്ച് ശരീരമാകെ ഉരയ്ക്കുന്നു. ചിലരുടെ രക്തം വാർന്നൊലിക്കുന്നു. പക്ഷേ നാവികരത് കാര്യമാക്കുന്നില്ല. അവർ നമ്മെ ഒരുക്കുകയാണ്. വിൽപ്പനയ്ക്ക് വേണ്ടി വീണ്ടും നമ്മളെ തയ്യാറാക്കുന്നു. ആഡംബര വസ്ത്രം ധരിച്ച ഒരാൾ ഡെക്കിലൂടെ നടക്കുന്നു. അയാളുടെ കയ്യിൽ പേപ്പറുകളും തൂവൽ പേനയുമുണ്ട്. അയാൾ നമ്മിൽ ചിലരെ തലയാട്ടുന്നു, മറ്റുള്ളവരെ മുഖം ചുളിക്കുന്നു. കടലിൻ്റെയും വിയർപ്പിൻ്റെയും മണമല്ല, സോപ്പിൻ്റെയും നാരങ്ങയുടെയും മണമാണ് അയാൾക്ക്. ക്രൂ അദ്ദേഹത്തെ ബ്രോക്കർ എന്ന് വിളിക്കുന്നു. നമ്മൾ എന്താണ് വിലമതിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത് അവനാണ്. നമ്മുടെ കൈകളിലേക്കും പല്ലുകളിലേക്കും മുതുകിലേക്കും അവൻ നോക്കുന്നു. പല്ലുകൾ നഷ്ടപ്പെട്ടാലോ വ്രണങ്ങൾ കാണപ്പെട്ടാലോ കുറഞ്ഞ വിലയ്ക്ക് നമ്മളെ അടയാളപ്പെടുത്തുന്നു.
നമ്മൾ ശക്തരായി കാണപ്പെട്ടാൽ മുൻനിരയിൽ നിർത്തുന്നു, ഒരു കടയിലെ സാധനങ്ങൾ പോലെ. ഇവിടെ ഒരു വിചിത്രമായ കാര്യമുണ്ട്. നമ്മളെല്ലാവരും ഒരേ സ്ഥലത്തേക്കല്ല പോകുന്നത്. ചിലരെ കരിമ്പുതോട്ടങ്ങളിലേക്കും മറ്റു ചിലരെ പരുത്തിപ്പാടങ്ങളിലേക്കും ചിലത് സ്വർണ്ണഖനികളിലേക്കും അയക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ബ്രോക്കർ തൻ്റെ ചെറിയ പുസ്തകത്തിൽ കുറിപ്പുകൾ എഴുതുന്നു. നാവികർ വീണ്ടും വൃത്തിയാക്കാൻ മടങ്ങുന്നു. ഒരിക്കലും പങ്കെടുക്കാൻ ആവശ്യപ്പെടാത്ത ഒരു ഷോയ്ക്കു വേണ്ടി നമ്മൾ വസ്ത്രം ധരിച്ചിരിക്കുന്നത് പോലെയാണിത്. ഇപ്പോൾ കടൽ ശാന്തമാണ്, ആകാശം വ്യക്തമാണ്. പക്ഷേ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ കൊടുങ്കാറ്റൊരിക്കലും നിലയ്ക്കുന്നില്ല. നമ്മുടെ അടുത്ത് ഒരു നിശബ്ദനായ ആൺകുട്ടിയുണ്ട്. അവൻ ദിവസങ്ങളോളം നിശബ്ദനാണ്. വൃത്തിയാക്കലിനായി അവരവനെ വലിച്ചിഴയ്ക്കുമ്പോൾ അവൻ യുദ്ധം ചെയ്യുന്നില്ല, അവൻ കരയുന്നില്ല. ഒഴിഞ്ഞ കണ്ണുകളോടെ അവൻ മുന്നോട്ട് നോക്കുന്നു. അവൻ തിരികെ വരുമ്പോൾ അവൻ ഒരു വാക്ക് മന്ത്രിക്കുന്നു: കര. ആ ഒരൊറ്റ വാക്ക് എല്ലാം മാറ്റുന്നു. നമ്മളിപ്പോൾ അടുത്താണ്. കപ്പൽ നങ്കൂരം വിടാൻ ഒരുങ്ങുകയാണ്. ജോലിക്കാർ ഉപകരണങ്ങൾ മൂർച്ച കൂട്ടുന്നു, യൂണിഫോം തേക്കുന്നു, ലിസ്റ്റുകൾ പരിശോധിക്കുന്നു. വാങ്ങുന്നവർക്ക് ഒരു നല്ല മതിപ്രേഷൻ സൃഷ്ടിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ അടുത്താണ്. മുറിവുകൾ, പരുക്കുകൾ, പൊള്ളലുകൾ എന്നിവയാൽ മൂടപ്പെട്ട് ഡെക്കിന് താഴെ കിടക്കുന്നു. ഭൂമിയുടെ ഗന്ധം നേരിയതാണ്, പക്ഷേ യഥാർത്ഥമാണ്. അത് സമുദ്രത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. പുക, പഴം, വിയർപ്പ് എന്നിവയുടെ ഗന്ധമാണത്. നമ്മളിൽ ചിലർക്ക് പ്രതീക്ഷയുടെ ഒരു മിന്നൽ അനുഭവപ്പെടുന്നു. മറ്റുള്ളവർക്ക് ശുദ്ധമായ ഭയം തോന്നുന്നു. കാരണം നാം എവിടെയും സ്വതന്ത്രരാകുന്നില്ല. ഇപ്പോൾ നമുക്ക് അത്ര വ്യക്തമല്ലെങ്കിലും കര കാണാം. നീല ചക്രവാളത്തിനു കുറുകെ ഒരു നേർത്ത് പച്ചരേഖ പോകുന്നതുപോലെ കാണുന്നു. അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു വീട് പോലെ ശാന്തമായി തോന്നുന്നു. പക്ഷെ നമുക്ക് നന്നായി അറിയാം, ഈ സ്ഥലം നമുക്ക് സന്തോഷം നൽകാൻ പോകുന്നില്ല. അത് വേദനയുടെ അടുത്ത അധ്യായമാണ് കൊണ്ടുവരുന്നത്. ശേഷം കപ്പൽ ജീവനക്കാർ നല്ല തിരക്കിലാകുന്നു. അവർ ശബ്ദത്തിൽ നിലവിളിക്കുന്നു. അവർ അവിടെയൊക്കെ നന്നായി വൃത്തിയാക്കുന്നു. ചിലർ വസ്ത്രം വരെ മാറ്റുന്നുണ്ട്. ക്യാപ്റ്റൻ ഇപ്പോൾ ഒരു നീണ്ട കോട്ട് ധരിക്കുന്നു. അവൻ കപ്പലിൻ്റെ മുൻവശത്ത് കയറി നിൽക്കുന്നു. കൈകൾ കൂട്ടിപ്പിടിച്ചു, കണ്ണുകൾ കരയിലേക്ക് ഉറപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഇതൊരു യാത്രയുടെ അവസാനമല്ല, ഇത് ശമ്പള ദിവസമാണ്. പക്ഷെ പ്രകൃതിക്ക് മറ്റു ചില പദ്ധതികളുണ്ട്. കപ്പൽ ഡെക്കിലെത്തുന്നതിന് മുമ്പ് നല്ലൊരു കാറ്റടിക്കുന്നു. മണിക്കൂറുകൾക്ക് മുമ്പ് ശാന്തമായിരുന്ന കടൽ വിചിത്രമായ രീതിയിൽ അലയടിക്കാൻ തുടങ്ങുന്നു. മേഘങ്ങൾ വേഗത്തിൽ ഒത്തുകൂടുന്നു. വെളിച്ചം ചാരനിറമാകുന്നു. ഒരു കൊടുങ്കാറ്റ് വരുന്നു. കൊടുങ്കാറ്റ് അതിശക്തമായി ആഞ്ഞടിക്കുന്നു. ഡെക്കിൽ മഴ തോരാതെ തിമിർത്തു പെയ്യുന്നു. തിരമാലകൾ കപ്പലിൻ്റെ എല്ലാ വശങ്ങളിലും വന്ന് ആഞ്ഞടിക്കുന്നു. കയറുകൾ പൊട്ടുന്നു. വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുപോലെ കപ്പൽ കുലുങ്ങുന്നു. തന്നെ വിലങ്ങിട്ട ചങ്ങലകളിൽ മാത്രം പിടിച്ചുകൊണ്ടിരുന്ന നമ്മൾ പരസ്പരം തെന്നിമാറി ഇടിക്കുന്നു. സാധനങ്ങൾ അവിടെയിവിടെയായി പൊട്ടുന്നത് നമ്മൾ കേൾക്കുന്നു. മരം പൊട്ടുന്ന ശബ്ദം, കയറുകൾ ചാട്ടവടിയടി ശബ്ദം. കപ്പൽ കരയുന്നതുപോലെ അലറുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയും ചെയ്യുന്നു. വെള്ളം താഴത്തെ ഡെക്കിലേക്ക് ഒഴുകിയെത്തുന്നു. ബക്കറ്റുകൾ തറയിലൂടെ പറക്കുന്നു. ആളുകൾ നിലവിളിക്കുന്നു. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവർ തമ്മിൽ പിടിവിട്ടു പോകുന്നു. ആ ശബ്ദം കാതടപ്പിക്കുന്നു. ആകാശം കീറുന്നതുപോലെ തലയ്ക്ക് മുകളിലൂടെ ഇടിമുഴക്കം കേൾക്കാം. അങ്ങനെ നമ്മൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു. ആരും നമ്മെ സഹായിക്കാൻ വരുന്നില്ല. നാം സുരക്ഷിതരാണോ എന്ന് ആരും പരിശോധിക്കുന്നില്ല. കപ്പലിലെ ഓരോ നാവികരും സ്വന്തം ശരീരം രക്ഷപ്പെടുത്തുന്നതിൻ്റെ തന്ത്രപ്പാടിലാണ്. അതിലൊരു നാവികൻ കപ്പലിൻ്റെ പായകൾ അഴിച്ചിടുമെന്ന് ആക്രോശിക്കുന്നു. നമ്മൾ ആളുകളെ ഇറക്കിയില്ലെങ്കിൽ നമ്മുടെ കപ്പലുകൾ മുങ്ങിപ്പോകുമെന്ന് മറ്റൊരു നാവികൻ പറയുന്നു. അപ്പോഴാണ് നമ്മൾ ആ വാക്കുകൾ നന്നായി ശ്രദ്ധിച്ചത്. കപ്പലിൻ്റെ ഭാരം കുറയ്ക്കൂ. അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് വളരെ വ്യക്തമാണ്. അവർ നമ്മെ കടലിലേക്ക് എറിയാൻ ആഗ്രഹിക്കുന്നു. ഒരു കൊടുങ്കാറ്റിൻ്റെ നടുവിൽ ഓരോ പൗണ്ടും പ്രധാനമാണ്. ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം വെറും മക്കങ്ങളാണ്. കപ്പൽ വളരെ ഭാരമുള്ളതാണെങ്കിൽ അത് മുങ്ങിപ്പോകും. അവർ നമ്മളെ കടലിലേക്ക് എറിഞ്ഞാൽ അത് പൊങ്ങിത്തെളിക്കും. ക്യാപ്റ്റനയ്ക്ക് വേണ്ടത് കണക്കുകൾ മാത്രം. നമ്മളിൽ ചിലർ 5-6 പേരടങ്ങുന്ന ഗ്രൂപ്പുകളെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ ചങ്ങലകൾ കിട്ടതുകൊണ്ട് തന്നെ കപ്പൽ ഭാരം കുറയ്ക്കുന്നത് എളുപ്പമാക്കുന്നു. അവർക്ക് ഓരോ ശരീരവും ഓരോന്നായി ചുമക്കേണ്ടതില്ല. അതിനുവേണ്ടി ഓരോ ചങ്ങലകളും എടുത്തെറിയാൻ മതിയാകും. അതാണ് കാര്യം. സ്ഥലം ലാഭിക്കാൻ മാത്രമല്ല, എളുപ്പത്തിൽ വലിച്ചെറിയാനും വേണ്ടിയാണ് നമ്മെ ഗ്രൂപ്പുകളായി തിക്കിത്തിരിക്കിയത്. അങ്ങനെ അവരെ വലിച്ചെറിയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ രോഗം ബാധിച്ചവരിൽ നിന്നാണ് തുടങ്ങുന്നത്.
കുഴിഞ്ഞ മുഖങ്ങളുള്ള പുരുഷന്മാർ, വീർത്ത കാലുകളുള്ള സ്ത്രീകൾ, കരയാൻ കഴിയാത്തത്ര ദുലഹീനരായി കുട്ടികൾ. ഒരു കൂട്ടം ആളുകളെ അങ്ങനെ വലിച്ചിഴക്കപ്പെട്ടു. നമ്മൾ വെള്ളത്തിൽ വീണ് തെറിക്കുന്ന ശബ്ദം കേൾക്കുന്നു. പൊടുന്നനെ വലിയ നിലവിളിയും ശേഷം ഒരു നിശബ്ദതയും മാത്രം. ചരിത്രത്തിൻ്റെ ഈ ഭാഗം പ്രത്യേകിച്ച് ഇരുണ്ടതാണ്. എന്തെന്നാൽ കൊടുങ്കാറ്റിനിടയിലോ ഭക്ഷണം തീർന്നു പോകുമ്പോഴോ പല അടിമക്കപ്പലുകളും അവരുടെ മനുഷ്യച്ചരയ്ക്ക് ഉപേക്ഷിക്കാറുണ്ട്. പിന്നീട് ചില ക്യാപ്റ്റന്മാർ നഷ്ടപ്പെട്ട സാധനങ്ങൾക്ക് ഇൻഷുറൻസ് പണം പോലും അവകാശപ്പെട്ടു. ഇത് ആസൂത്രിത കൊലപാതകമാണോ അതോ നിരാശാജനകമായ അതിജീവനമാണോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും സംശയിക്കും. ഉത്തരം ചിലപ്പോൾ രണ്ടുമാകാം. ഡെക്കിന് താഴെ അടുത്തത് ഞാനായിരിക്കില്ലെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഓരോരുത്തരും ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്നു. നമ്മുടെ അരികിലുള്ള ഒരു പെൺകുട്ടി ചെവി പൊത്തി കണ്ണുകളടയ്ക്കുന്നു. അവൾ ഒരേ വാക്ക് വീണ്ടും വീണ്ടും മന്ത്രിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്കതൊരു പ്രാർത്ഥന പോലെയാണ് തോന്നുന്നത്. രാത്രി മുഴുവൻ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. കപ്പൽ പാവകളെപ്പോലെ നമ്മെ വലിച്ചെറിയുന്നു. ആളുകൾ ഛർദ്ദിക്കുന്നു, ചിലർ കരയുന്നു. ഇതെല്ലാം കാണുന്ന സമീപത്തുള്ള ആളുകൾ മറ്റെന്തെങ്കിലും ആലോചിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നാവ് തന്നെ കടിക്കുന്നു. പക്ഷെ എങ്ങനെയോ നമ്മൾ ആ ദുരന്തത്തിൽ നിന്നും അതിജീവിക്കുന്നു. രാവിലെ കടൽ ശാന്തമാകുന്നു. ഒന്നും സംഭവിച്ചില്ലെന്ന് നടിച്ച് സൂര്യൻ തിരിച്ചെത്തുന്നു. ഡെക്ക് നനഞ്ഞിരിക്കുന്നു. കയറിൻ്റെ കഷണങ്ങൾ അഴഞ്ഞിരിക്കുന്നു. കപ്പലിൻ്റെ ഒരു പായൽ കീറിപ്പോയിരിക്കുന്നു. പക്ഷെ കപ്പൽ ഇപ്പോഴും പൊങ്ങിക്കിടക്കുന്നു. ജീവനക്കാർ ക്ഷീണിതരായി കാണപ്പെടുന്നു. അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് അവരുടെ കപ്പലിന് സംഭവിച്ച കേടുപാടുകൾ മൂലമാണ്. കപ്പലിൽ നിന്ന് എറിയപ്പെട്ട ആളുകളെക്കുറിച്ച് ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല. അപ്പോൾ തന്നെ നമ്മളോ? ആരാണ് കാണാതായതെന്ന് എണ്ണാൻ പോലും നാം ഭയപ്പെടുന്നു. അടുത്ത ദിവസം നമ്മോട് വീണ്ടും മുകളിലേക്ക് വരാൻ നിർബന്ധിക്കുന്നു. അസാധ്യമായ വെയിലു കാരണം നമ്മുടെ മുഖമാകെ പൊള്ളിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മുറിവുകൾ ഉപ്പുവെള്ളത്തിൽ തട്ടിയിട്ടാകെ നീറ്റലെടുക്കുന്നു. പക്ഷെ അതൊന്നും നമ്മൾ വലിയ കാര്യമാക്കുന്നില്ല. കഴുകുക, എണ്ണയിടുക, പരിശോധിക്കുക, ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു റൂട്ടീനായിട്ട് എടുത്തിരിക്കുന്നു. പക്ഷെ ഇത്തവണ എന്നത്തെയും പോലെയല്ല. ചെറിയ പുതിയ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. ശിക്ഷകൾ. കൊടുങ്കാറ്റ് ക്യാപ്റ്റനെ നന്നായിട്ട് ദേഷ്യം പിടിപ്പിച്ചു. ചിലർ പറയുന്നത് അത് നമ്മുടെ തെറ്റാണെന്നാണ്. ആരെങ്കിലും കപ്പലിന് ശപിച്ചിരിക്കാം. അവർ മന്ത്രിക്കുന്നു. ഒരുപക്ഷെ ചരക്ക് നിർഭാഗ്യകരമായിരിക്കാം. അതായത് നമ്മൾ അവർക്ക് നിർഭാഗ്യമാണ് കൊണ്ടുവന്നത് എന്നാണ്. അന്ധവിശ്വാസം അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്നു. കുറ്റം പറയാൻ ആരെങ്കിലും തിരയാൻ ക്രൂ തുടങ്ങുന്നു. ഒരാളെ മുന്നോട്ട് വലിക്കുന്നു. അയാൾ നാവികൻ്റെ ഭാഷ സംസാരിക്കുന്നില്ല. എന്തിനാണ് അവനെ തിരഞ്ഞെടുത്തതെന്ന് അവൻ അറിയുന്നില്ല. പക്ഷെ അവരവനെ കൊടിമരത്തിൽ കെട്ടി ചാട്ടവാറടിക്കാൻ തുടങ്ങുന്നു. 10 ചാട്ടവാറടി, പിന്നെ 20, പിന്നെ 30. കീറിയ തുണി പോലെ അവൻ്റെ പുറം തുറക്കുന്നു. അതൊക്കെ ശ്രദ്ധിച്ചു കാണാനും അത് പഠിക്കൂ എന്ന് ആജ്ഞാപിക്കുകയും ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്താലും എങ്ങനെ നിന്നാലും ഒരു ദിവസം ഇവർ നമ്മെ ശിക്ഷിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ടോ, ഒന്ന് ചുമച്ചാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രിച്ചാലോ, അതുമില്ലായെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുന്നവർക്ക് പോലും ശിക്ഷ തരുന്നു. മറ്റൊരാളെ ഡിസിപ്ലിൻ കോളർ എന്നറിയപ്പെടുന്ന കൊടിയ ഉപകരണത്തിൽ കെട്ടുന്നു. മരത്തടിയിലും ഉഗ്രൻ ഇരുമ്പ് മുളകിലും നിറഞ്ഞ ഒരു മൂർച്ചയുള്ള കവചം. അയാൾ വളരെ വേഗത്തിൽ നീങ്ങിയാൽ അത് അയാളുടെ കഴുത്തിൽ തുളച്ചു കയറുന്നു. അവരത് ഡിസിപ്ലിൻ കോളറായിട്ടാണ് കാണുന്നത്. പക്ഷെ നമുക്കതൊരു പീഡനമായിട്ടാണ് തോന്നുന്നത്. ഈ ശിക്ഷ കൊണ്ടവർ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് നമ്മെ ഭയപ്പെടുത്താനും നിശബ്ദതയിലെത്തിക്കാനും വേണ്ടിയാണ്. അവരാഗ്രഹിക്കുന്നത് പോലെ ആകാൻ വേണ്ടി. നിശബ്ദനായി, തകർന്നവനായി, വിൽക്കാൻ തയ്യാറായവനായി മാറാൻ. പക്ഷേ പകരം വിചിത്രമായ എന്തോ സംഭവിക്കുന്നു. ഒരു നിശബ്ദ പ്രതിരോധം ആരംഭിക്കുന്നു. അത് ഉച്ചത്തിലോ അക്രമാസക്തമായോ അല്ല. തീയും വാളുകളും ഉപയോഗിച്ചുള്ള ഒരു കലാപമല്ല. അതതിനേക്കാൾ നിശബ്ദമാണ്. അതൊരു പങ്കിടലിലൂടെയാണ് ആരംഭിക്കുന്നത്. ഒരു കവിൾ വെള്ളം, ഒരു കടി ഭക്ഷണം, ഇരുട്ടിലൊരു ചൂടുള്ള കൈ. പിന്നെ മന്ത്രിപ്പുകൾ വരുന്നു. നമ്മുടെ സ്വന്തം പേരുകൾ മറഞ്ഞിരിക്കുന്ന നിധികൾ പോലെ രഹസ്യമായി കടന്നുപോയി. അവർ നമ്മളെ വിറ്റാലും, അവർ നമ്മുടെ പേരുകൾ മാറ്റിയാലും, അവർ നമ്മളെ വേർപെടുത്തിയാലും നമ്മൾ പരസ്പരം ഓർമ്മിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നാം ഒരു വാക്ക് പറയും, നാം നമ്മളെ മറക്കില്ല. ഇതാണ് നമ്മുടെ പ്രതിരോധം. ചില ക്രൂ അംഗങ്ങൾ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു.
അവർ സൂക്ഷ്മമായി നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. ഒരു നാവികൻ പറയുന്നു, അവരെന്തോ ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ അവർക്ക് എന്താണെന്നറിയില്ല. കാരണം നമ്മൾ കേൾക്കുന്നത് അവർക്ക് കേൾക്കാൻ കഴിയില്ല. ചങ്ങലയിട്ടവരുടെ ഭാഷ, ഓർമ്മയുടെ സംഗീതം. ചില അടിമക്കപ്പലുകൾ പാടുകയോ ഡ്രം ചെയ്യുകയോ ചെയ്യുന്നത് നിരോധിച്ചു. കാരണം അത് കലാപത്തിലേക്ക് നയിക്കുമെന്നവർ ഭയപ്പെട്ടു. അവർ പറഞ്ഞത് ശരിയാണ്. സംഗീതം ശബ്ദത്തെക്കാൾ കൂടുതൽ അർത്ഥങ്ങൾ നൽകിയിരുന്നു. അതൊരു തരത്തിലൊരു പ്രതിരോധമായിരുന്നു. നിശബ്ദത പോലും ശക്തിയാകാം. നമുക്ക് ഡ്രമ്മുകളില്ല, പക്ഷേ നമ്മൾ മൂളുന്നു. നമ്മുടെ വിരലുകൾ കാലിൽ തട്ടുന്നു. നമ്മുടെ മനസ്സിൽ പോലും നമ്മുടെ പൂർവികരുടെ താളം നാം നിലനിർത്തുന്നു. കൊടുങ്കാറ്റ് കടന്നുപോയി. തീരം വീണ്ടും അടുത്തിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ജീവനക്കാർ പരിഭ്രാന്തരാണ്. അത് നമ്മൾ കാരണമല്ല, അടുത്തു വരുന്നത് കാരണം. പരിശോധന. കോളനിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഉടൻ കപ്പലിൽ കയറും. എന്നിട്ട് അവർ കപ്പൽ പരിശോധിക്കും. ചരക്ക് എണ്ണുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. നാവികർ അവസാനമായി നമ്മളെയൊക്കെ വൃത്തിയാക്കുന്നു. അവർ നമ്മളെ പുഞ്ചിരിപ്പിക്കുന്നു. അതെ, പുഞ്ചിരിക്കുന്നു. സാധാരണ നമ്മളെ വാങ്ങുന്നവർ നമ്മൾ നല്ല ആരോഗ്യവാന്മാരാണെന്ന് കരുതുന്നു. നമ്മളിൽ ചിലർ കുറച്ചെങ്കിലും ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മറ്റു ചിലർക്കൊട്ടും കഴിയുന്നതുപോലുമില്ല. നമ്മുടെ മുഖങ്ങൾക്ക് എങ്ങനെ നന്നായി പുഞ്ചിരിക്കണമെന്ന് വരെ മറന്നുപോയിട്ടുണ്ട്. ശേഷം നമ്മൾ ഡെക്കിൽ കയറി നിരന്നിരുന്നു. ഏതാണ്ട് നഗ്നരായാണ് ഇരിക്കുന്നത്. നമ്മുടെ ശരീരം തിളങ്ങാൻ എണ്ണയിൽ പൊതിഞ്ഞിരിക്കുന്നു. നമ്മെ ഒരു ഫർണിച്ചർ പോലെ പ്രദർശിപ്പിച്ചു. ഒരു നോട്ട്ബുക്കുമായി ഒരാൾ നടന്നുവന്ന് നമ്മുടെ ശരീരത്തിന് സമീപം എന്തോ അക്കങ്ങൾ എഴുതുന്നു. പേരുകളല്ല, അക്കങ്ങൾ. അദ്ദേഹം ക്യാപ്റ്റനോട് പറയുന്നു, നിങ്ങൾക്ക് പതിവിലും കൂടുതൽ നഷ്ടപ്പെട്ടു. ക്യാപ്റ്റൻ നിരാശയുടെ തല കുലുക്കുന്നു. കൊടുങ്കാറ്റ് ഇത്തവണ അതിശക്തമായി അളിച്ചു. അവർ മറ്റൊന്നും പറയുന്നില്ല. ഇവർക്കിത് വെറും കച്ചവടം മാത്രമാണ്. നമ്മളെ വീണ്ടും ഡെക്കിന് താഴെ എത്തിക്കുന്നു. അധിക നാളത്തേക്കല്ല, നാളെ നമ്മളെ കരയിലേക്ക് മാറ്റും. എന്നാൽ അതിൽ നമുക്ക് പ്രത്യേകിച്ച് സമാധാനിക്കാനൊന്നുമില്ല. നമുക്ക് വലിയ സ്വാതന്ത്ര്യമോ ഒന്നും തന്നെ കിട്ടില്ല. തീർച്ചയായും നമ്മൾ ചങ്ങലക്കെട്ടുകൾക്കുള്ളിൽ തന്നെ ആയിരിക്കും. എന്നിട്ടും ആ കൊടുങ്കാറ്റിനെ നമ്മൾ ഓർക്കുന്നു. ഭയം, തണുപ്പ്, നിലവിളി എന്നിവ മാത്രമല്ല, നമ്മൾ അതിനെ അതിജീവിച്ചു എന്ന വസ്തുതയെക്കുറിച്ചും ചിന്തിക്കുന്നു. എങ്ങനെയോ അതൊരു ചെറിയ വിജയമായി നമ്മൾ എടുക്കുന്നു. കടൽ വീണ്ടും ശാന്തമായി. ആകാശം വ്യക്തമാണ്. ഈ വിചിത്രമായ പുതിയ കരയുടെ തീരത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. കപ്പൽ പതുക്കെ ആടി ഉലയുന്നു. ജീവനക്കാർ ഇതിനെ പുതിയ ലോകമെന്ന് വിളിക്കുന്നു. ചിലർ ഇത് ബാർബഡോസ് ദ്വീപാണെന്ന് പറയുന്നു. മറ്റുള്ളവർ ജമൈക്ക അല്ലെങ്കിൽ ബഹിയ പോലുള്ള പേരുകൾ മന്ത്രിക്കുന്നു. എവിടെയാണെന്ന് നമുക്കും അറിയില്ല. ഈ പേടി സ്വപ്നത്തിലെ അടുത്ത സ്റ്റോപ്പ് ഇതാണ്. കപ്പലിന് ഇന്ന് കൂടുതൽ നല്ല മണമാണ്. ക്രൂ ഏറ്റവും മോശം മാലിന്യങ്ങൾ ഒഴിവാക്കിയതുകൊണ്ടാണ്. ഡെക്ക് വൃത്തിയാക്കിയിരിക്കുന്നു. നാവികർ മികച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നു. തൂവൽ തൊപ്പി ധരിച്ച ഒരു മനുഷ്യനോട് ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ഉയരത്തിൽ നടക്കുന്നു. നമ്മൾ ഇപ്പോഴും ഡെക്കിന് താഴെയാണ്, പക്ഷെ മുകളിലുള്ള മാനസികാവസ്ഥ വ്യത്യസ്തമാണ്. സംഗീതം മുഴങ്ങുന്നു. വേഗതയുള്ള വിചിത്രമായ ഡ്രമ്മുകളും സ്ട്രിങ്ങുകളും നിറഞ്ഞത്. നാവികർ മികച്ച മാനസികാവസ്ഥയിലാണ്. സാധാരണയായി അവർ സന്തോഷവാനായിരിക്കുമ്പോൾ അതിനർത്ഥം നമുക്കെന്തെങ്കിലും മോശം സംഭവിക്കാൻ പോകുന്നു എന്നാണ്. എപ്പോൾ നമ്മൾ മുകളിൽ ഒരാൾ പറയുന്നത് കേൾക്കുന്നു, വിനോദം, അവർ നമ്മിൽ ചിലരെ വീണ്ടും വലിച്ചിഴയ്ക്കുന്നു. വൃത്തിയാക്കാനല്ല, ശിക്ഷിക്കാനുമല്ല, മറിച്ച് അവർക്ക് നമ്മളെക്കൊണ്ട് വിനോദത്തിനാണ്. ഡെക്കിൽ ഒരു വൃത്തമുണ്ടാക്കുന്നു. മധ്യത്തിൽ അവർ രണ്ടാളുകളെ നൃത്തം ചെയ്യാൻ നിർബന്ധിക്കുന്നു. പക്ഷെ ഇത് വെറും നൃത്തമല്ല, ഇത് അപമാനമാണ്. ഒരാൾ ഇടറി വീഴുമ്പോൾ അവർ കൈകൊട്ടി ആർപ്പ് വിളിക്കുന്നു. നമ്മളെയും കൈകൊട്ടാൻ നിർബന്ധിക്കുന്നു. കൈകൊട്ടുന്നില്ലെങ്കിൽ അവർ നമ്മെ അടിക്കുന്നു. നമ്മുടെ അടുത്തുള്ള ഉയരവും അഭിമാനവുമുള്ള ഒരാൾ വിസമ്മതിക്കുന്നു. അവൻ നിശ്ചലനായി നിൽക്കുന്നു, കൈകൾ കൂപ്പി. ക്രൂവിൽ ഒരാൾ മുന്നോട്ട് വന്ന് അവൻ്റെ വയറ്റിൽ ഇടിക്കുന്നു. പിന്നെ മറ്റൊരാൾ അവൻ്റെ കാലുകളിലേക്ക് ചവിട്ടുന്നു. എന്നിട്ടും അവൻ കൈകൊട്ടുന്നില്ല. അവരവനെ താഴേക്ക് വലിച്ചിഴച്ച് ഭക്ഷണമില്ലാതെ ഒരു മൂലയിൽ ചങ്ങലയിട്ടു. പിന്നെ ദിവസങ്ങളോളം നമ്മൾ അവനെ കാണുന്നില്ല.
ആ രാത്രിയിൽ പിന്നീട് വിനോദം തുടരുന്നു. ഇത്തവണ ഇതൊരു കളിയാണ്. ക്രൂ ചെറിയ നാണയങ്ങളെടുത്ത് ഡെക്കിലെറിയുന്നു. നായ്ക്കളെപ്പോലെ അവയുടെ പിന്നാലെ ഇഴയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ എടുക്കുന്നയാൾക്ക് ഒരു കഷ്ണം ഉണങ്ങിയ ബിസ്ക്കറ്റ് ലഭിക്കും. മറ്റുള്ളവരെ പരിഹസിക്കുകയും ചെയ്യും. നമുക്ക് ബിസ്ക്കറ്റ് വേണ്ട, നമുക്ക് മാന്യത വേണം. പക്ഷെ നമുക്ക് ജീവിക്കാനും ആഗ്രഹമുണ്ട്. ഈ കപ്പലിൽ ജീവിതാനുഭവം എന്നാൽ അഹങ്കാരത്തിനു പകരം ലജ്ജയും സത്യത്തിനു പകരം നിശബ്ദതയും മറ്റെല്ലാത്തിനുമുപരി ഭയവും തിരഞ്ഞെടുക്കുക എന്നതാണ്. നാവികർക്ക് അവരുടേതായ വിചിത്രമായ വിശ്വാസങ്ങളുമുണ്ട്. ഒരു ദിവസം രാവിലെ അവരൊരു ബക്കറ്റ് റം കടലിലേക്ക് എറിഞ്ഞ് അത് കടലിനെ സന്തോഷിപ്പിക്കാനാണെന്ന് പറയുന്നു. മറ്റൊരിക്കൽ ഒരു നാവികൻ ഒരു നാണയം വെള്ളത്തിലേക്ക് എറിഞ്ഞ് നല്ല കാറ്റിനു വേണ്ടി എന്ന് എന്തോ മന്ത്രിക്കുന്നു. പക്ഷേ നമ്മൾ ചിരിക്കാറില്ല. വിശ്വാസം എങ്ങനെയിരിക്കുമെന്ന് നമുക്കറിയാം. നമുക്കും സ്വന്തമായി പ്രാർത്ഥനകളുണ്ടായിരുന്നു, സ്വന്തം ആത്മാവുണ്ടായിരുന്നു. എന്നാൽ ഈ നാവികരുടെ ആചാരങ്ങൾ ഒരു നാടകം പോലെ ശൂന്യമായി തോന്നുന്നു. എന്നിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് നടിക്കുന്നു. അവരുടെ ആചാരങ്ങളെ നോക്കി നമ്മൾ ചിരിക്കുമ്പോൾ അവർക്കതിഷ്ടമല്ല. ഒരു നാവികൻ കഴുത്തിലൊരു ചാരുത ധരിക്കുന്നു. അത് ആഫ്രിക്കൻ ശാപങ്ങളിൽ നിന്ന് തന്നെ സംരക്ഷിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അവൻ നമ്മളെ നോക്കുമ്പോഴെല്ലാം നമ്മൾ പ്രേതങ്ങളെപ്പോലെയാണെന്ന് കരുതി അവനത് മുറുകെ പിടിക്കുന്നു. രസകരമല്ലേ? അവർ നമ്മളെ ചങ്ങലക്കിടുന്നു, തല്ലുന്നു, പട്ടിണി കിടക്കുന്നു. പക്ഷേ പീഡിക്കുന്നതും അവർ തന്നെയാണ്. ചില നാവികർ നമ്മൾ എന്തോ ആസൂത്രണം ചെയ്യുകയാണെന്ന് കരുതുന്നു. അവർ കലാപത്തെക്കുറിച്ച് മന്ത്രിക്കുന്നു. അവർ ഇപ്പോൾ പലപ്പോഴും ചങ്ങലകൾ പരിശോധിക്കുന്നു. ഒന്നും സംഭവിക്കാത്തപ്പോഴും അവർ വാളെടുത്തുകൊണ്ടാണ് നടക്കുന്നത്. ഒരു നാവികൻ കയ്യിൽ കത്തിയുമായി ഉറങ്ങുന്നു. മറ്റൊരാൾ തൻ്റെ കട്ടിലിൻ്റെ അരികിൽ ഉപ്പ് പുരട്ടി അത് ആത്മാക്കളെ അകറ്റി നിർത്തുന്നുവെന്ന് അവകാശപ്പെടുന്നു. നിങ്ങൾക്കറിയാമോ, അടിമക്കപ്പലുകളിൽ കലാപങ്ങളുണ്ടായിരുന്നു. വല്ലപ്പോഴൊക്കെ. അവ എത്ര തവണ സംഭവിച്ചുവെന്ന് ചരിത്രകാരന്മാർക്ക് ഇപ്പോഴും നിശ്ചയമില്ല. 10 കപ്പലുകളിൽ കലാപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ചിലർ പറയുന്നു. മറ്റു ചിലർ പറയുന്നത് കുറവാണ്. പക്ഷേ അത് വ്യക്തമാണ്. പ്രതിരോധം എപ്പോഴും നമ്മുടെ ഉള്ളിൽ വസിച്ചിരുന്നു. ഇപ്പോഴും നമ്മൾ നിശബ്ദമായ ശബ്ദങ്ങളിൽ സംസാരിക്കുന്നു. നമ്മൾ പരസ്പരം ചെറിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഗോത്രങ്ങളിൽ നിന്നുള്ള വാക്കുകൾ, പ്രാർത്ഥനകൾ, ശ്രദ്ധിക്കപ്പെടാതെ ചങ്ങനകൾ അല്പം അഴയ്ക്കുന്നതിനുള്ള തന്ത്രങ്ങൾ, ഇരുട്ടിലെ ചൂടുള്ള തീക്കനൽ പോലെ ചെറിയ പ്രതീക്ഷകൾ പങ്കിടുന്നു. നമ്മുടെ ഇടയിൽ ഒരു ഡ്രമ്മറായിരുന്ന ഒരാളുണ്ട്. ജോലിക്കാർ കേൾക്കാത്തപ്പോൾ അയാൾ മരത്തടിയിൽ താളം തട്ടുന്നു. ആ താളങ്ങൾ എന്താണെന്ന ക്രൂവിനറിയില്ല. പക്ഷേ നമുക്കറിയാം. ചില രാത്രികളിൽ സമുദ്രം നിശബ്ദമാണ്, വളരെ നിശബ്ദം. മുകളിലുള്ള നക്ഷത്രങ്ങൾ കണ്ണുകൾ പോലെ തിളങ്ങുന്നു. നാം നിശ്ചലമായി കിടന്ന് നമ്മുടെ പഴയ ജീവിതങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. നമ്മുടെ വീടുകൾ, കുടുംബങ്ങൾ, നമ്മുടെ യഥാർത്ഥ പേരുകൾ. ചിലർ ആ പേരുകൾ വീണ്ടും വീണ്ടും മന്ത്രിക്കുന്നു. അവ മറക്കാൻ ഭയപ്പെടുന്നു. മറ്റു ചിലർ പുതിയ പേരുകൾ ഉണ്ടാക്കുന്നു. അവരുടെ മാതൃഭാഷകളിൽ ശക്തിയെന്നോ അതിജീവിച്ചയാളെന്നോ അർത്ഥമുള്ള പേരുകൾ. ഒരു സ്ത്രീ സ്വയം നിയ എന്ന് വിളിക്കുന്നു. അതിൻ്റെ അർത്ഥം ഉദ്ദേശമെന്നാണെന്ന് അവൾ പറയുന്നു. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്കൊരു കാരണമുണ്ടാകണം. നമ്മൾ ആ ചിന്തയിൽ തന്നെ തുടരുന്നു. ഇപ്പോഴും. പിന്നെ എന്തോ മാറുന്നു. ജോലിക്കാർ കപ്പലിൻ്റെ ഭാഗങ്ങൾ പെയിന്റ് ചെയ്യാൻ തുടങ്ങുന്നു. അവർ ഡെക്ക് കൂടുതൽ വൃത്തിയാക്കുന്നു. ക്യാപ്റ്റൻ പരിശോധനയെക്കുറിച്ച് ആക്രോശിക്കുന്നു. വാങ്ങുന്നയാൾ ഉടൻ മടങ്ങിവരുന്നു. നമ്മെ ഓരോരുത്തരായി കൊണ്ടുപോയി വീണ്ടും പരിശോധിക്കുന്നു. ഇത്തവണ അത് വ്യത്യസ്തമാണ്. നമ്മുടെ പേശികളെ ശക്തമാക്കാൻ അവർ നമ്മുടെ ശരീരത്തിൽ എണ്ണ തേക്കുന്നു. കുതിരക്കച്ചവടക്കാരെ പോലെ അവർ നമ്മുടെ പല്ലിൽ കുത്തുന്നു. നമ്മൾ ഞെട്ടിയാൽ നമുക്ക് അടി കിട്ടും. നമ്മൾ കരഞ്ഞാൽ നമ്മൾ അവഗണിക്കപ്പെടും. കൊടുങ്കാറ്റിൽ ഒരു കൊച്ചുകുട്ടിയുടെ കാൽവിരൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. വാങ്ങുന്നവർക്ക് കാണാൻ കഴിയാത്ത വിധം ജീവനക്കാർ അവനെ പിന്നിൽ മറയ്ക്കുന്നു. മറ്റൊരാൾക്ക് നല്ല ചുമയുണ്ട്. സഹായിക്കാനല്ല, മറിച്ച് അവന്റെ തൊണ്ട വൃത്തിയാക്കാനാണ് അവർ അവന് അധിക വെള്ളം നൽകുന്നത്. ഒരു ദിവസം കൂടി അവൻ ആരോഗ്യവാനായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. വിൽക്കാൻ മാത്രം. സത്യം, വിൽപ്പനയ്ക്ക് ശേഷം നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അവർക്ക് പ്രശ്നമില്ല. വിൽപ്പന വരെ നമ്മൾ ജീവിച്ചിരിക്കണമെന്ന് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. വാങ്ങുന്നയാൾ തിരിച്ചെത്തുന്നു. ഇത്തവണ മറ്റു 2 പുരുഷന്മാരോടൊപ്പം. ഒരാൾ നല്ല സ്യൂട്ട് ധരിച്ച്
ഒരു വെള്ളി വടി പിടിച്ചിരിക്കുന്നു. മറ്റൊരാൾക്ക് കട്ടിയുള്ള കൈകളും വിരസമായ മുഖവുമുണ്ട്. നമ്മൾ ഒരു കടയിലെ സാധനങ്ങളാണെന്ന മട്ടിൽ അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പതുക്കെ നടക്കുന്നു. അവൻ ശക്തനാണെന്ന് തോന്നുന്നു. വളരെ പ്രായമായവൻ. ഒരുപക്ഷേ കരിമ്പ് കൃഷിയിടങ്ങൾക്ക് നല്ലതായിരിക്കാം. ഫർണിച്ചറുകൾ പോലെ അവർ നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിശ്ചലമായി നിൽക്കാൻ പ്രയാസമാണ്. അവരുടെ വാക്കുകൾ മനസ്സിലാക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്വരം വ്യക്തമാണ്. അവർ ആളുകളെ തിരഞ്ഞെടുക്കുന്നില്ല, അവർ ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുന്നു. നമ്മെ വരികളായി നിരത്തി നമ്പറുകൾ നൽകി കാത്തിരിക്കാൻ പറയുന്നു. നമ്മളെ നാളെ കരയിലേക്ക് കൊണ്ടുപോകും, അവർ പറയുന്നു. നാളെ നമ്മളെ വിൽക്കും. അത് നമ്മൾ അനുഭവിച്ചതിനേക്കാൾ മോശമായി തോന്നുന്നു. കാരണം യഥാർത്ഥ കഥയാരംഭിക്കുന്നത് ഇവിടെയാണ്. ഇതുവരെയുള്ളതെല്ലാം ഗതാഗതം മാത്രമായിരുന്നു. സൂര്യോദയത്തിന്റെ സമയത്ത് നമ്മളെ കപ്പലിൽ നിന്ന് പുറത്തേക്ക് നയിക്കുന്നു. ക്രൂ നമ്മെ ഗ്രൂപ്പുകളായി നിരത്തുന്നു. ഓരോ ചങ്ങല സംഘവും ഒരു ചരടിലെ മണികൾ പോലെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ആഴ്ചകൾക്ക് ശേഷം, ഒരുപക്ഷേ മാസങ്ങൾക്ക് ശേഷം, നമ്മുടെ കാലുകൾ ആദ്യമായി വരണ്ട ഭൂമിയിൽ സ്പർശിക്കുന്നു. പക്ഷേ അത് നമുക്ക് ആശ്വാസമായി തോന്നുന്നില്ല. ഇത് മറ്റൊരു തരം കൂടുപോലെയാണ്. ദ്വീപ് പച്ചയും തിളക്കവുമുള്ളതാണ്. മരങ്ങളിൽ നിന്ന് പക്ഷികൾ നിലവിളിക്കുന്നു. അകലെയുള്ള ചെറിയ തീയിൽ നിന്ന് പുക പതുക്കെ ഉയരുന്നു. പക്ഷേ ആ സൗന്ദര്യമൊന്നും നമ്മിലേക്കെത്തുന്നില്ല. നമ്മുടെ ലോകം ഇപ്പോഴും ലോഹവും ഭയവും കൊണ്ട് നിർമ്മിച്ചതാണ്. തുറമുഖം ആളുകളാൽ നിറഞ്ഞിരിക്കുന്നു. ചിലർ നല്ല വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. വെളുത്ത വിഗ്ഗുകൾ, ഫാൻസി ഷൂകൾ, തിളങ്ങുന്ന ബട്ടണുകൾ. മറ്റുള്ളവർ ലളിതമായ കാര്യങ്ങൾ ധരിക്കുന്നു. പക്ഷേ അവയ്ക്കെല്ലാം പൊതുവായൊരു കാര്യമുണ്ട്. നമ്മൾ വസ്തുക്കളെപ്പോലെ അവർ നമ്മെ തുറിച്ചു നോക്കുന്നു. വായുവിന് വിചിത്രമായ ഗന്ധമുണ്ട്. മധുരവും കട്ടിയുള്ളതും, പഞ്ചസാര കത്തുന്നതുപോലെ. കാരണം ഈ ദ്വീപ് ഒരു കാര്യത്തിന് ആവാസകേന്ദ്രമാണ്: പഞ്ചസാര തോട്ടങ്ങൾ. ഞങ്ങളെപ്പോലുള്ള ആളുകൾ രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്ന വലിയ ഫാമുകൾ. കരിമ്പ് മുറിക്കൽ, തിളപ്പിക്കൽ, പാക്ക് ചെയ്യൽ. ഇത് കഠിനമാർത്ഥമാണ്, കൂടാതെ മാരകവുമാണ്. നമ്മുടേതുപോലുള്ള കപ്പലുകളിൽ ഇവിടെ എത്തിയ 3-ൽ-1 ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ മരിക്കും. അതൊരു കിംവദന്തിയല്ല, അതൊരു വസ്തുതയാണ്. അടിമവിപണി എന്നവർ വിളിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. പക്ഷേ നമ്മൾ കരുതുന്നതുപോലെ ഇതൊരു വിപണിയല്ല. പഴങ്ങളോ സുഗന്ധവ്യഞ്ജനങ്ങളോ മത്സ്യമോ ഇല്ല. നമ്മൾ മാത്രം. വിൽക്കാൻ കാത്തിരിക്കുന്ന നിരനിരയായി നിൽക്കുന്ന മനുഷ്യർ. വിൽപ്പനക്കാർ ഉച്ചത്തിൽ സംസാരിക്കുന്നു. വാങ്ങുന്നവർ നമ്മെ കുത്തി പരിശോധിക്കുന്നു. ചിലർക്ക് തൊഴിലാളികളെ വേണം, മറ്റുള്ളവർക്ക് വീട്ടുജോലിക്കാരെ വേണം. ചിലർ നമ്മെ കന്നുകാലികളെപ്പോലെ ബ്രീഡർമാരെ ആവശ്യപ്പെടുന്നു. ഒരാൾക്കയാളുടെ വണ്ടിക്ക് ശക്തമായ കാലുകളുള്ള ഒരു ആൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നു. മറ്റൊരാൾക്ക് ഭാര്യയ്ക്ക് അടുക്കളയിലേക്ക് ശാന്തമായ കണ്ണുകളുള്ള ഒരു പെൺകുട്ടിയെ വേണം. അങ്ങനെയിരിക്കെ നമുക്കവരുടെ ഭാഷ സംസാരിക്കാനോ പറയാനോ ഒന്നും അറിയില്ല. പക്ഷേ അവർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവർ നമ്മെ ഇപ്പോൾ ആളുകളായി കാണുന്നില്ല, നമ്മെ ഉപകരണങ്ങളായിട്ടാണ് കാണുന്നത്. നമുക്കെല്ലാവർക്കും ഒരു ടാഗ് ലഭിക്കുന്നു. ചിലപ്പോൾ കടലാസ്, ചിലപ്പോൾ തുണി. അത് നമ്മുടെ കൈകളിൽ പിൻ ചെയ്തോ കെട്ടിയോ വച്ചിരിക്കുന്നു. അതിൽ നമ്മുടെ നമ്പർ, ശക്തി, പ്രായം എന്നിവയുടെ ഒരു ഊഹം അതിൽ എഴുതി വച്ചിരിക്കുന്നു. അതിൽ പേരുകളില്ല, വസ്തുക്കളും വിലകളും മാത്രം. സൂര്യോദയത്തിൻ്റെ സമയത്ത് നമ്മളെ കപ്പലിൽ നിന്ന് പുറത്തേക്ക് നയിക്കുന്നു. ക്രൂ നമ്മെ ഗ്രൂപ്പുകളായി നിരത്തുന്നു. ഓരോ ചങ്ങല സംഘവും ഒരു ചരടിലെ മണികൾ പോലെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ആഴ്ചകൾക്ക് ശേഷം, ഒരുപക്ഷേ മാസങ്ങൾക്ക് ശേഷം, നമ്മുടെ കാലുകൾ ആദ്യമായി വരണ്ട ഭൂമിയിൽ സ്പർശിക്കുന്നു. പക്ഷേ അത് നമുക്ക് ആശ്വാസമായി തോന്നുന്നില്ല. ഇത് മറ്റൊരു തരം കൂടുപോലെയാണ്. ദ്വീപ് പച്ചയും തിളക്കവുമുള്ളതാണ്. മരങ്ങളിൽ നിന്ന് പക്ഷികൾ നിലവിളിക്കുന്നു. അകലെയുള്ള ചെറിയ തീയിൽ നിന്ന് പുക പതുക്കെ ഉയരുന്നു. പക്ഷേ ആ സൗന്ദര്യമൊന്നും നമ്മിലേക്ക് എത്തുന്നില്ല. നമ്മുടെ ലോകം ഇപ്പോഴും ലോഹവും ഭയവും കൊണ്ട് നിർമ്മിച്ചതാണ്. തുറമുഖം ആളുകളാൽ നിറഞ്ഞിരിക്കുന്നു.
ചിലർ നല്ല വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. വെളുത്ത വിഗ്ഗുകൾ, ഫാൻസി ഷൂളുകൾ, തിളങ്ങുന്ന ബട്ടണുകൾ. മറ്റുള്ളവർ ലളിതമായ കാര്യങ്ങൾ ധരിക്കുന്നു. പക്ഷേ അവയ്ക്കെല്ലാം ഒരു പൊതുവായ കാര്യമുണ്ട്. നമ്മൾ വസ്തുക്കളെപ്പോലെ അവർ നമ്മെ തുറിച്ചു നോക്കുന്നു. വായുവിന് വിചിത്രമായ ഗന്ധമുണ്ട്, മധുരവും കട്ടിയുള്ളതും, പഞ്ചസാര കത്തുന്നതുപോലെ. കാരണം ഈ ദ്വീപ് ഒരു കാര്യത്തിന് ആവാസകേന്ദ്രമാണ്: പഞ്ചസാരത്തോട്ടങ്ങൾ. ഞങ്ങളെപ്പോലുള്ള ആളുകൾ രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്ന വലിയ ഫാമുകൾ. കരിമ്പ് മുറിക്കൽ, തിളപ്പിക്കൽ, പാക്ക് ചെയ്യൽ. ഇത് കഠിനാധ്വാനമാണ്, കൂടാതെ മാരകവും. നമ്മുടേതുപോലുള്ള കപ്പലുകളിൽ ഇവിടെ എത്തിയ 3-ൽ-1 ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ മരിക്കും. അതൊരു കിംവദന്തിയല്ല, അതൊരു വസ്തുതയാണ്. അവർ അടിമവിപണി എന്ന് വിളിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. പക്ഷേ നമ്മൾ കരുതുന്നതുപോലെ ഇതൊരു വിപണിയല്ല. പഴങ്ങളോ സുഗന്ധവ്യഞ്ജനങ്ങളോ മത്സ്യമോ ഇല്ല. നമ്മൾ മാത്രം, വിൽക്കാൻ കാത്തിരിക്കുന്ന നിരനിരയായി നിൽക്കുന്ന മനുഷ്യർ. വിൽപ്പനക്കാർ ഉച്ചത്തിൽ സംസാരിക്കുന്നു. വാങ്ങുന്നവർ നമ്മെ കുത്തിപ്പരിശോധിക്കുന്നു. ചിലർക്ക് തൊഴിലാളികളെ വേണം, മറ്റുള്ളവർക്ക് വീട്ടുജോലിക്കാരെ വേണം. ചിലർ നമ്മെ കന്നുകാലികളെ പോലെ ബ്രീഡേഴ്സ് ആവശ്യപ്പെടുന്നു. ഒരാൾ അയാളുടെ വണ്ടിക്ക് ശക്തമായ കാലുകളുള്ള ഒരു ആൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നു. മറ്റൊരാൾക്ക് ഭാര്യയ്ക്ക് അടുക്കളയിലേക്ക് ശാന്തമായ കണ്ണുകളുള്ള ഒരു പെൺകുട്ടിയെ വേണം. അങ്ങനെയിരിക്കൽ നമുക്കവരുടെ ഭാഷ സംസാരിക്കാനോ പറയാനോ ഒന്നും അറിയില്ല. പക്ഷേ അവരെന്താണ് പറയുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവർ നമ്മളെ ഇപ്പോൾ ആളുകളായി കാണുന്നില്ല, നമ്മെ ഉപകരണങ്ങളായിട്ടാണ് കാണുന്നത്. നമുക്കെല്ലാവർക്കും ഒരു ടാഗ് ലഭിക്കുന്നു. ചിലപ്പോൾ കടപ്പേറ, ചിലപ്പോൾ തുണി. അത് നമ്മുടെ കയ്യിൽ പിന്ന് ചെയ്തോ കെട്ടിയോ വെച്ചിരിക്കുന്നു. അതിൽ നമ്മുടെ നമ്പർ, ശക്തി, പ്രായം തുടങ്ങിയവയുടെ ഒരു ഊഹം അതിൽ എഴുതി വച്ചിരിക്കുന്നു. അതിൽ പേരുകളില്ല, വസ്തുക്കളും വിലകളും മാത്രം. ചക്രങ്ങൾ കിതയ്ക്കുന്നു. സൂര്യൻ കത്തുന്നു. ആ മനുഷ്യൻ കൈപ്പേറിയ എന്തോ ഒന്ന് ചവച്ച് പുല്ലിലേക്ക് തുപ്പുന്നു. നമ്മൾ ചെറിയ മരവീടുകളും വലിയ കരിമ്പു പാടങ്ങളും ചൂടിൽ കുനിഞ്ഞിരിക്കുന്ന തൊഴിലാളികളെയും കടന്നുപോകുന്നു. അവരുടെ പുറം വിയർപ്പിൽ തിളങ്ങുന്നു. ചിലർക്കൊക്കെ മുറിവുകളുണ്ട്. മറ്റുള്ളവരുടെ മുഖത്ത് ഒരു ഭാവവും കാണുന്നില്ല. അവർ ഇപ്പോൾ അവിടെ ഇല്ലാത്തതുപോലെ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു തോട്ടം കാണുന്നു. അതൊരു കോട്ടയല്ല, അതൊരു വീടല്ല. അത് മരവും തീയും കൊണ്ട് നിർമ്മിച്ച ഒരു യന്ത്രമാണ്. അതിൻ്റെ അടുത്തായി യജമാനൻ താമസിക്കുന്ന പ്രധാന വീടുണ്ട്. അതിന് പിന്നിൽ തൊഴിലാളികൾ ഉറങ്ങുന്ന ചെറിയ കുടിലുകളുടെ നിരകൾ. കൂടുതൽ പിന്നിലേക്ക് ഷെഡുകളും കളപ്പുരകളും, പിന്നെ എല്ലായ്പ്പോഴും അനന്തമായ ചൂരൻ പാടങ്ങൾ. അങ്ങനെ ഒരാൾ നമുക്ക് അവിടുത്തെ നിയമങ്ങൾ പറഞ്ഞു തരുന്നു. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ജോലി ചെയ്യുക. നിന്നെക്കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ സംസാരിക്കാൻ നിൽക്കരുത്. അത് നമ്മുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്രമമില്ല. പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടാനും നോക്കരുത്. അവിടുത്തെ ശിക്ഷകളെക്കുറിച്ചും പറഞ്ഞു തരുന്നു. അവ എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നില്ല. നമുക്ക് ഇതിനകം ഏകദേശം അറിയാം. അവർ നമ്മെ നമുക്ക് നേരത്തെ പറഞ്ഞ കുടിലിലേക്ക് കൊണ്ടുപോകുന്നു. ഇരുട്ടും ചൂടും പുകയുടെയും പൂപ്പലിൻ്റെയും ഗന്ധവും. അകത്ത് ഇതിനകം തന്നെ ആളുകളുണ്ട്. ഞങ്ങൾക്ക് മുൻപ് എത്തിയ പുരുഷന്മാരും സ്ത്രീകളും. ചിലർ കൗതുകത്തോടെ കാണപ്പെടുന്നു, മറ്റുള്ളവർ ക്ഷീണിതരായി കാണപ്പെടുന്നു. ചിലർ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നു. ഒരു സ്ത്രീ വേവിച്ച ചേനയുടെ ഒരു കഷണം നൽകുന്നു. നമ്മൾ തലയാട്ടി അതെടുക്കുന്നു. ആരും അധിക നേരം സംസാരിക്കുന്നില്ല. ഒടുവിൽ ആരോ മന്ത്രിക്കുന്നു, "നീ പുതിയ ആളാണ്." നമ്മൾ വീണ്ടും തലയാട്ടുന്നു. അവൾ അവളുടെ കയ്യിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഒരു ബ്രാൻഡുണ്ട്. ഒരു അക്ഷരത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു കത്തിയ മരയം. നാളെ എന്നെഴുതി വച്ചിട്ടുണ്ട്. അവൾ പറയുന്നു, അവർ നിങ്ങളെയും ഇങ്ങനെ അടയാളപ്പെടുത്തും. ആ രാത്രി നമുക്ക് ആർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. ഇരുട്ടിൽ ആരോ മൂളാൻ തുടങ്ങുന്നു. മൃദുവായൊരു രാഗം, ഒരു മന്ത്രപ്പ് മാത്രം. കപ്പലിൽ നിന്നുള്ള അതേ താളം. നമുക്കതിലെ വാക്കുകൾ അറിയില്ല, പക്ഷെ നമുക്ക് ആ വികാരം മനസ്സിലാകും. അത് ഒരു ഓർമ്മയുടെ ശബ്ദമാണ്. അത് അതിജീവനത്തിൻ്റെ ശബ്ദമാണ്. നമ്മൾ കരയിലെത്തി, അതെ, പക്ഷേ സ്വാതന്ത്ര്യം ഇപ്പോഴും ഒരു സമുദ്രമകലെയാണ്.
പ്രഭാതം വളരെ വേഗം തെളിഞ്ഞു വരുന്നു. ഒരു മണി മുഴങ്ങുന്നു. പള്ളിമണിയല്ല, സംഗീതമണിയല്ല. ഇതിനർത്ഥം എഴുന്നേൽക്കൂ എന്നാണ്. പുറത്ത് സൂര്യൻ ഇതുവരെ മരങ്ങൾക്ക് മുകളിൽ പോലും എത്തിയിട്ടില്ല. പക്ഷേ മേൽനോട്ടക്കാർ ഇതിനകം അലറുകയാണ്. നമ്മളെ കുടിലിൽ നിന്ന് പുറത്തേക്ക് തള്ളിമാറ്റി വീണ്ടും നിരത്തി പിന്നെ കരിമ്പാടങ്ങൾക്ക് സമീപമുള്ള ഒരു ഷെഡിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടു പോകുന്നു. ഇന്നലെ രാത്രിയിലെ സ്ത്രീ പറഞ്ഞത് ശരിയാണ്. അവർ നമ്മെ അടയാളപ്പെടുത്താൻ പോകുകയാണ്. ഷെഡിനുള്ളിലൊരു തീയുണ്ട്. തീയിൽ ലോഹമുണ്ട്. അക്ഷരങ്ങളുടെ ആകൃതിയിലാണവ. ഓരോ കഷണവും ജീവനുള്ളതുപോലെ ചുവന്ന നിറത്തിൽ തിളങ്ങുന്നു. ഓരോന്നായി മുന്നോട്ട് കൊണ്ടുവരുന്നു. അവർ ചൂടുള്ള ഇരുമ്പ് നമ്മുടെ കൈകളിലോ തോളിലോ മുതുകിലോ അമർത്തുന്നു. വേദന 100 തേനീച്ച കുത്തുകൾ പോലെ മൂർച്ചയുള്ളതാണ്. തുടർന്ന് അത് കൂടുതൽ വഷളാകുന്നു. ഗന്ധം ഭയങ്കരമാണ്. കത്തുന്ന ചർമ്മം, പുക, ഭയം. നമ്മൾ ഇനി വെറും ചങ്ങലയിട്ട ആളുകളല്ല. ഇപ്പോൾ നമ്മൾ ബ്രാൻഡഡ് സ്വത്താണ്. പുറത്ത് ആരോ ഛർദ്ദിക്കുന്നു. പൊള്ളലേറ്റ ഭാഗത്ത് പൊതിയാൻ ഞങ്ങൾക്ക് തുണിത്തരങ്ങൾ നൽകുന്നു. മരുന്നില്ല, ആശ്വാസമില്ല, ആജ്ഞ അയക്കുന്നു. വയലിലേക്ക് പോകൂ. നാം അവിടെ നിന്ന് പോകുന്നു. നമുക്ക് കാണാൻ കഴിയുന്നിടത്തോളം കരിമ്പാറ പാടങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു. ഉയരമുള്ള പച്ചത്തണ്ടുകൾ പട്ടാളക്കാരെ പോലെ ഭൂമിയെ തിക്കിത്തിരക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഒരു വാൾ നൽകുന്നു. ചിലത് തുരുമ്പിച്ചതും ചിലത് മങ്ങിയതും വെട്ടിമാറ്റാൻ പറയുന്നു. ആരും നമ്മെ പഠിപ്പിക്കുന്നില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് നാം പകർത്തുന്നു. ചൂരൽ മുറിക്കുക, ഇലകൾ പറിച്ചെടുക്കുക, അത് കൂട്ടുക. വീണ്ടും വീണ്ടും അതുതന്നെ ആവർത്തിച്ചു ചെയ്തുകൊണ്ടിരിക്കുക. സൂര്യൻ ഉയരുന്നു. ചൂട് അസഹനീയമാകുന്നു. വിയർക്കാനൊന്നും ബാക്കിയില്ലാത്തിടത്തോളം വിയർക്കുന്നു. വസ്ത്രങ്ങൾ ചർമ്മത്തിൽ പറ്റി നിൽക്കുന്നു. നമ്മുടെ കൈകൾ പൊള്ളുന്നു. കൊതുകുകൾ ദേഹം മുഴുവൻ കടിക്കുന്നു. പക്ഷേ അത് ഒന്നിച്ചു തന്നെ തടയാൻ നമുക്കാകുന്നില്ല. നമ്മൾ വളരെ പതുക്കെ നീങ്ങിയാൽ മേൽവിചാരകൻ അലർന്നു. നമ്മൾ കൂടുതൽ നേരം വിശ്രമിച്ചാൽ ചാട്ടവാറടി കെട്ടുന്നു. ഒരു ചാട്ടവാറടി ഉണ്ടാക്കുന്ന ശബ്ദം നിങ്ങൾ സ്വയം കേൾക്കുന്നതുവരെ നിങ്ങൾ വിശ്വസിക്കില്ല. അത് മിന്നൽ പോലെ വായുവിനെ കീറിമുറിക്കുന്നു. പിന്നെ മാംസത്തിൻ്റെ ശബ്ദം, പിന്നെ നിശബ്ദത. ആ നിശബ്ദതയാണ് ഏറ്റവും മോശം ഭാഗം. ഉച്ചകഴിഞ്ഞ് ഒരു ചെറിയ ഇടവേള നമുക്ക് അനുവദിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഒരു പാത്രം ഭക്ഷണം കഴിക്കാൻ മതിയായ സമയം. ഒരുപക്ഷെ ചോളം കഞ്ഞി, ഒരുപക്ഷെ പയർ, ഒരുപക്ഷെ ഒന്നുമില്ല. പിന്നെ ജോലിയിലേക്ക് മടങ്ങുക. എല്ലാ ദിവസവും ഒരുപോലെയാണ്. മുറിക്കുക, വസ്ത്രമുരിയുക, ചുമക്കുക, രക്തം കളയുക. എന്നിട്ടും ഏറ്റവും മോശം ഭാഗം വേദനയല്ല, അത് മറക്കലാണ്. എല്ലാ ദിവസവും നമ്മുടെ പഴയ ജീവിതത്തിൻ്റെ കുറച്ചുകൂടി ഭാഗം വഴുതി വീഴുന്നു. നമ്മുടെ ഭാഷ, നമ്മുടെ പാട്ടുകൾ, നമ്മുടെ കഥകൾ, അധ്വാനത്തിൻ്റെയും ക്ഷീണത്തിൻ്റെയും ഭാരത്തിൽ അവ മങ്ങുന്നു. ആഫ്രിക്കൻ സംസ്കാരം ഈ വ്യവസ്ഥിതിയെ എത്രത്തോളം അതിജീവിച്ചുവെന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും ആശ്ചര്യപ്പെടുന്നു. ചിലർ പറയുന്നത് അക്രമത്താൽ തകർന്ന പൂർണ്ണമായും അപ്രത്യക്ഷമായി എന്നാണ്. മറ്റു ചിലർ പറയുന്നത് അതാകെ മാറിപ്പോയി എന്നാണ്. അത് ചെറിയ മന്ത്രിക്കലുകളിലും താരാട്ടുകളിലും കൈകൾ മരത്തിൽ കെട്ടിയുണ്ടാക്കിയ ഡ്രം ബീറ്റുകളിലും മറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മുടെ യഥാർത്ഥ പേരുകൾ ഉച്ചത്തിൽ സംസാരിക്കുന്നില്ല, പക്ഷെ നമ്മുടെ ഹൃദയങ്ങളിൽ അവ നിലനിൽക്കുന്നു. വരണ്ട മണ്ണിനടിയിലെ വിത്തുകൾ പോലെ അവ കാത്തിരിക്കുന്നു. ഇവിടെ ഒരു മനുഷ്യനുണ്ട്, പ്രായമായ, ശാന്തനായ, പുറകിൽ ആഴത്തിലുള്ള മുറിവുകളുള്ള ഒരാൾ. അവരവനെ പപ്പ കോജോ എന്ന് വിളിക്കുന്നു. അവൻ കുറച്ചു മാത്രമേ സംസാരിക്കുന്നുള്ളൂ, പക്ഷേ അവനെല്ലാം നിരീക്ഷിക്കുന്നു. ഒരു രാത്രിയിൽ അവൻ തീക്കുണ്ടത്തിനരികെ നമ്മുടെ അരികിലിരിക്കുന്നു. അവൻ പറയുന്നു, നീ പുതിയവനാണ്, നീ ഇപ്പോഴും മുകളിലേക്ക് നോക്കുന്നു. അവൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ മിക്കവരും ആകാശത്തേക്ക് നോക്കുന്നത് നിർത്തുന്നു. നക്ഷത്രങ്ങൾ അവർക്ക് കൂടിയുള്ളതാണെന്ന് അവർ മറത്തുന്നു എന്ന് അദ്ദേഹം മറുപടി പറയുന്നു. ആ രാത്രിയിൽ നമ്മൾ മുകളിലേക്ക് നോക്കുന്നു. നക്ഷത്രങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. തിളക്കമുള്ളതും ദൂരെയുള്ളതും തൊടാൻ കഴിയാത്തതുമാണ്. പക്ഷെ അവ യഥാർത്ഥമാണ്. നമ്മളും അങ്ങനെ തന്നെ. ദിവസങ്ങൾ ആഴ്ചകളായി മാറുന്നു. നമ്മുടെ സംഘം മാറി. ഒരാൺകുട്ടിക്ക് അസുഖം വന്നു.
ബഹുപക്ഷേ മോശം വെള്ളം കൊണ്ടാകാം, ബഹുപക്ഷേ പൊള്ളലേറ്റതാകാം. ഒരു പ്രഭാതത്തിൽ അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. മേൽനോട്ടക്കാരൻ അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. നമ്മൾ അവനെ പിന്നീടൊരിക്കലും കണ്ടില്ല. നമ്മോടൊപ്പം വന്ന ഒരു പെൺകുട്ടി, സ്വന്തം പേര് തിരഞ്ഞെടുത്ത നിയ, ഒരു ഉച്ചതിരിഞ്ഞൊരു കൽപ്പന നിരസിച്ചു. അവൾ നിശ്ചലയായി, കണ്ണുകൾ അടച്ചു. മേൽനോട്ടക്കാരൻ നിലവിളിച്ചു. അവൾ അനങ്ങിയില്ല. അവനവളെ അടിച്ചു. അവൾ അപ്പോഴും അനങ്ങിയില്ല. അവർക്ക് സഹിക്കാനാവാത്തത്രയും അവരവളെ അടിച്ചു. പക്ഷേ അവരവളെ കൊന്നില്ല. ആ രാത്രിയിൽ അവളുടെ മുറിവുകൾ വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു വൃദ്ധയായ സ്ത്രീ മന്ത്രിച്ചു, "നീ തീയാണ്." ദിവസങ്ങളിൽ ആദ്യമായി ആരോ പുഞ്ചിരിച്ചു. ഇവിടെ അത്തരം കഥകളുണ്ട്. ചെറിയ കലാപങ്ങൾ, രോഗികൾക്ക് ഭക്ഷണം ഒളിപ്പിച്ചു വയ്ക്കുന്നു, കുടിലുകൾക്കിടയിൽ സന്ദേശങ്ങൾ കൈമാറുന്നു, പുതുതായി വരുന്നവരെ നമ്മുടെ പഴയ വാക്കുകൾ പഠിപ്പിക്കുന്നു, ആരും കാണാത്ത സമയത്ത് കൈകൾ കോർത്തുപിടിക്കുന്നു. നമ്മൾ സ്വതന്ത്രരല്ല, പക്ഷേ നമ്മളും മനുഷ്യജീവികളാണ്. തോട്ടത്തിന് നിരവധി മുഖങ്ങളുണ്ട്. ക്രൂരനായ മേൽവിചാരകനുണ്ട്. ആഴ്ചയിലൊരിക്കൽ സന്ദർശിക്കുന്ന ഉടമ കരുതലുള്ളതായി നടിക്കുന്നു. പിന്നെ ഡ്രൈവർ, മറ്റുള്ളവരുടെ മേൽ അധികാരം നൽകിയ അടിമയായ മനുഷ്യൻ. അവനൊരു വടിയുമായി നടക്കുന്നു, പക്ഷേ അവനതിൽ അഭിമാനിക്കുന്നില്ലെന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ അപകടമടുത്തിരിക്കുമ്പോൾ അവൻ നിശബ്ദമായി നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മറ്റു ചിലപ്പോൾ അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. അതിനാൽ അവനൊന്നും കാണേണ്ടതില്ല. ജീവിതമൊരു ചക്രമായി മാറുന്നു. ജോലി ചെയ്യുക, കഴിക്കുക, ഉറങ്ങുക, ആവർത്തിക്കുക. എന്നാൽ ഋതുക്കൾ മാറുന്നു. ദിവസങ്ങളോളം മഴ പെയ്യുന്നു. പിന്നെ വിളവെടുപ്പ് വരുന്നു. കമ്പുകൾ മുറിക്കുന്നു, ചതയ്ക്കുന്നു, തിളപ്പിക്കുന്നു. മുഴുവൻ സ്ഥലവും മധുരമുള്ള സിറപ്പിൻ്റെ പുകയും മണക്കുന്നു. ജോലി കൂടുതൽ കഠിനമാകുന്നു. മണിക്കൂറുകൾ കൂടുതൽ നീളുന്നു. പക്ഷേ ശിക്ഷ കുറവാണ്. ഉടമയ്ക്ക് വേദനയല്ല, ഉൽപ്പന്നമാണ് വേണ്ടത്. ഒരു വൈകുന്നേരം കുടിലുകൾക്ക് പിന്നിൽ ഒത്തുകൂടാൻ നമുക്ക് അനുവാദമുണ്ട്. 1 മണിക്കൂർ മാത്രം. ചിലർ പാടുന്നു, മറ്റുള്ളവർ മണ്ണിൽ നഗ്നപാതനായി നൃത്തം ചെയ്യുന്നു. ഒരാൾ ഒരു തകരപാത്രവും സ്പൂണും ഉപയോഗിച്ച് സംഗീതം നൽകുന്നു. താളം ശക്തമാണ്. നമ്മുടെ കാലുകൾ ഓർമ്മിക്കുന്നു, നമ്മുടെ ഹൃദയങ്ങൾ ഓർമ്മിക്കുന്നു. ആ നിമിഷത്തിൽ നമ്മൾ അടിമകളല്ല, നമ്മൾ അതിജീവിച്ചവരാണ്. ഈ വിചിത്രമായ നാട്ടിൽ നമ്മുടെ ബന്ധങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും യഥാർത്ഥ പേരുകളിൽ നിന്നും വളരെ അകലെയാണ് നമ്മൾ ഇപ്പോഴും നമ്മളാണ്. ഭൂമി പുതിയതാണ്, ചങ്ങലകൾ പുതിയതാണ്, പക്ഷേ ആത്മാവ് പഴയതാണ്. നമ്മൾ ഇരുട്ടിലിരുന്ന് പാട്ട് കേട്ടു. മിന്നാമിനുങ്ങുകൾ നമുക്ക് ചുറ്റും മിന്നിവടയുന്നു. ആരോ വീണ്ടും കപ്പലിൻ്റെ താളം മൂളാൻ തുടങ്ങുന്നു. തട്ടുക, തട്ടുക, താൽക്കാലികമായി നിർത്തുക, തട്ടുക. മറ്റൊരാൾ കൂടി അതിൽ ചേരുന്നു. ഇപ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കുന്നു. ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നു. അങ്ങനെ ആഴ്ചകൾ മാസങ്ങളായി മാറുന്നു. ചില ദിവസങ്ങൾ പരസ്പരം പിന്തുടരുന്നതുപോലെ വേഗത്തിൽ കടന്നുപോകുന്നു. മറ്റു ചില ദിവസങ്ങൾ എന്നേക്കുമായി നിലനിൽക്കുന്നതായി തോന്നുന്നു. പക്ഷേ നമ്മുടെയെല്ലാം അസ്ഥികളിൽ ആഴത്തിൽ എന്തോ ഒന്ന് അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ഒരിക്കൽ നമുക്കറിയാമായിരുന്ന നമ്മുടെ ആ മനോഹരമായ ജീവിതം, അത് പോയി എന്ന സത്യം. നമ്മൾ വീട്ടിലേക്ക് പോകുന്നില്ല. നമ്മളിനി ഒരിക്കലും നമ്മുടെ ഗ്രാമങ്ങൾ കാണില്ല. നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന നദികൾ, നമ്മൾ ഒളിച്ചിരുന്ന മരങ്ങൾ, നമ്മുടെ മാതാപിതാക്കളുടെയും കുട്ടികളുടെയും പഴയ സുഹൃത്തുക്കളുടെയും മുഖങ്ങൾ, അവയിപ്പോൾ വെറും ഓർമ്മകളാണ്. ഓർമ്മകൾ, അവ എത്ര ശക്തമായി തോന്നിയാലും നമുക്ക് ഭക്ഷണം നൽകാനോ നമ്മെ ചൂടാക്കാനോ കഴിയില്ല. നമുക്ക് നഷ്ടപ്പെട്ടതെന്താണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ടും നമ്മൾ മുന്നോട്ടു പോകുന്നു. എല്ലാ ദിവസവും രാവിലെ സൂര്യന് മുമ്പ് നമ്മൾ എഴുന്നേൽക്കുന്നു. മണി മുഴങ്ങുന്നു. വയലുകൾ നമ്മെ കാത്തിരിക്കുന്നു. നമ്മുടെ കൈകളിൽ വാളിൻ്റെ വലിയ ഭാരമുണ്ട്. പക്ഷെ നമ്മളത് എങ്ങനെയൊക്കെയോ ഉയർത്തുന്നു. നമ്മൾ ആടുന്നു. നമ്മൾ മുറിക്കുന്നു. നമ്മൾ നന്നായി ചുമക്കുന്നുണ്ട്. ഉള്ളിലൊന്നും തോന്നാത്തപ്പോഴും നമ്മുടെ ശരീരം ചലിച്ചുകൊണ്ടിരിക്കുന്നു.
വെറും യന്ത്രങ്ങൾ പോലെ. പക്ഷേ നമ്മൾ യന്ത്രങ്ങളല്ല, നമ്മൾ മനുഷ്യരാണ്. പുതിയ ആളുകൾ ഇപ്പോഴും വരുന്നു. കൂടുതൽ കപ്പലുകൾ, കൂടുതൽ തകർന്ന കുടുംബങ്ങൾ, കൂടുതൽ പേടിച്ചരണ്ട മുഖങ്ങൾ ഈ പേടി സ്വപ്നത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നു. എല്ലായ്പ്പോഴും നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുന്നു. കുറച്ചു മാത്രം. ഒരു ചെറിയ ഉപദേശം, ഒരു കൂട്ടം ചേന, മേൽനോട്ടക്കാരനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. ആരും നമ്മെ ഇത് പഠിപ്പിക്കുന്നില്ല, പക്ഷെ നമുക്കറിയാം. ദയ എന്നത് ഇപ്പോഴും നമ്മുടെ കൈവശമുള്ള അവസാനത്തെ കാര്യമാണ്. 13 വയസ്സ് തികയാത്ത ഒരാൺകുട്ടി ഒരു കപ്പലിൽ നിന്നൊരു പ്രേതത്തെപ്പോലെ വരുന്നു. ഭയത്താൽ വിളറിയിരിക്കുന്നു. അവൻ്റെ പേര് വളരെ കാലമായി അവനിൽ നിന്ന് പോയിരിക്കാം എന്നതിനാൽ ആരോ അവന് പുതിയൊരെണ്ണം നൽകുന്നു. ബയോ, അതായത് സന്തോഷം വീണ്ടും വന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. സന്തോഷമില്ലാത്ത സ്ഥലത്ത് പ്രതീക്ഷ നൽകുന്ന ഒരു പേര്. വയലിൽ അവൻ നമ്മളെ പിന്തുടരുന്നു. അവൻ നമ്മളെ ശ്രദ്ധിക്കുന്നു. അവൻ അതൊക്കെ കണ്ടുപഠിക്കുന്നു. ഒരു ദിവസം അവൻ ചിരിക്കുന്നു. ഒരിക്കൽ മാത്രം ഒരു കോഴി സഞ്ചാരമോഷ്ടിക്കുന്നതിനെക്കുറിച്ച് ആരോ പറയുന്ന ഒരു മോശം തമാശ കേട്ട് അവൻ ആർത്തു ചിരിക്കുന്നു. ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ കേട്ട ആദ്യ ചിരിയാണിത്. അതധികമൊന്നുമല്ല, പക്ഷേ ഇവിടെ അത് പ്രധാനമാണ്. ചരിത്രകാരന്മാർ പലപ്പോഴും അടിമത്തത്തിൽ സന്തോഷമില്ലായിരുന്നുവെന്ന് പറയാറുണ്ട്. അത് സത്യമാണ്. സ്വാതന്ത്ര്യമില്ല, സമാധാനമില്ല, യഥാർത്ഥ സുരക്ഷയില്ലായിരുന്നു. പക്ഷേ എങ്ങനെയോ ആളുകൾ ഇരുട്ടിനുള്ളിൽ ജീവിതത്തിൻ്റെ ചെറിയ തീപ്പൊരികൾ കണ്ടെത്തി. ഒരു ശാന്തമായ ഗാനം, ഒരു രഹസ്യകഥ, ചെവിയിൽ ഒരു പേര് മന്ത്രിച്ചു. ചില ഗവേഷകർ വിശ്വസിക്കുന്നത് അടിമകളായ ആളുകൾ ഈ ദ്വീപുകളിൽ പുതിയ സംസ്കാരങ്ങൾ സൃഷ്ടിച്ചുവെന്നാണ്. പുതിയ ഭക്ഷണങ്ങൾ, പുതിയ നൃത്തങ്ങൾ, ആഫ്രിക്കൻ വേരുകൾ യൂറോപ്യൻ തദ്ദേശീയ വിശ്വാസങ്ങളുമായി ഇടകലർന്ന പുതിയ മതങ്ങൾ. മറ്റുള്ളവർ വാദിക്കുന്നത് ഈ മാറ്റങ്ങൾ നിർബന്ധിതമായിട്ടാണെന്നും തെരഞ്ഞെടുക്കപ്പെട്ടതല്ലെന്നുമാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം ഒരിക്കലും വ്യക്തമായിരിക്കില്ല. പക്ഷേ നമുക്ക് തോന്നുന്നത് ഇതാണ്: നമുക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോഴും എന്തെങ്കിലും നിലനിർത്താൻ ഒരു വഴി കണ്ടെത്തുന്നു. ആ ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുപോയ അതേ ആളുകളല്ല നമ്മളിപ്പോൾ. നമ്മെ ഇപ്പോൾ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നമുക്ക് മുറിവേറ്റിരിക്കുന്നു. പക്ഷെ നമ്മൾ മായ്ക്കപ്പെടുന്നില്ല. രാത്രിയിൽ ജോലി പൂർത്തിയാകുകയും മേൽനോട്ടക്കാർ ഇല്ലാതാകുകയും ചെയ്യുമ്പോൾ നാം വീണ്ടും നക്ഷത്രങ്ങൾക്കടിയിലിരിക്കുന്നു. എല്ലാ രാത്രിയുമല്ല, ചില രാത്രികളിൽ നമുക്ക് നീങ്ങാൻ വളരെ ക്ഷീണിതരാണ്. എന്നാൽ നമുക്ക് കഴിയുന്ന രാത്രികളിൽ നമ്മൾ സംസാരിക്കുന്നു. നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന്, നാം ആരായിരുന്നു എന്നതിനെക്കുറിച്ച്, നമ്മളിപ്പോഴും ആരായിത്തീരും, അങ്ങനെ പലതായി സംസാരം നീളും. അബാസി എന്നയാൾ കഥകൾ പറയാൻ തുടങ്ങുന്നു. പഴയ കഥകൾ, സംസാരിക്കുന്ന മൃഗങ്ങളുടെയും ബുദ്ധിമാനായ യോദ്ധാക്കളുടെയും കഥ, സംസാരിക്കുന്ന നദികളുടെ കഥ. പക്ഷേ എല്ലാ വാക്കുകളും തനിക്ക് ഓർമ്മയില്ലെന്ന് അദ്ദേഹം പറയുന്നു. അതിനാൽ അദ്ദേഹം നഷ്ടപ്പെട്ട ഭാഗങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷെ താളം സത്യമായി തോന്നുന്നു. അവിടെ ആമ എന്ന സ്ത്രീ മുടി പിന്നുന്നു. ഓരോ വളവിനും അർത്ഥമുണ്ട്. ഒന്ന് ശക്തിക്ക്, ഒന്ന് ദുഃഖത്തിന്, ഒന്ന് സ്വപ്നങ്ങൾക്ക്. പഴയ കാലത്ത് ആളുകൾ നെൽക്കതിരുകൾ, വിത്തുകൾ, രക്ഷപ്പെടാൽ ഭൂപടങ്ങൾ എന്നിവ മറയ്ക്കാൻ ബ്രീഡുകൾ ഉപയോഗിച്ചിരുന്നു എന്നവർ പറയുന്നു. അത് സത്യമാണോ അതോ വെറും കഥയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും നമുക്കതിഷ്ടമാണ്. ശാന്തനായൊരു ആൺകുട്ടി കുമി ഉപകരണങ്ങൾ മൂർച്ച കൂട്ടുമ്പോൾ സ്വയം മൂളുന്നു. അവൻ അധികം സംസാരിക്കില്ല. പക്ഷെ ഒരു ദിവസം വളരെ കാലമായി നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു രാഗം, കപ്പലിൽ നിന്നുള്ള രാഗം, അവൻ പാടുന്നു. അവൻ പറഞ്ഞു തീർക്കുമ്പോൾ അവൻ നമ്മെ നോക്കി അതൊരിക്കലും പോയില്ല എന്ന് പറയുന്നു. നമ്മൾ അവനെ വിശ്വസിക്കുന്നു. നമുക്ക് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ചില സമയങ്ങളുണ്ട്. നമ്മളിതെല്ലാം കഴിഞ്ഞു എന്ന് കരുതുന്ന സമയങ്ങൾ. എന്നാൽ ആരെങ്കിലും മറ്റൊരാളെ സഹായിക്കുന്നു. ആരെങ്കിലും പാടുന്നു. നമ്മൾ ശപിക്കുമ്പോൾ പഞ്ചസാര എങ്ങനെ നന്നായി വളരുമെന്ന് ആരോ ഒരു വരണ്ട തമാശ പങ്കുവയ്ക്കുന്നു.
അങ്ങനെ എങ്ങനെയോ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഈ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും സ്വതന്ത്രരാവില്ല. പക്ഷെ നമ്മൾ മരിച്ചിട്ടില്ല, ഇതുവരെയില്ല. മുൻപ് വന്നവർക്കായി നമ്മൾ പിടിച്ചു നിൽക്കുന്നു. ഇനിയും വരാനിരിക്കുന്നതിക്കായി നമ്മൾ പിടിച്ചു നിൽക്കുന്നു. നമ്മൾ നമുക്കായി പിടിച്ചു നിൽക്കുന്നു. രാത്രിയിൽ നക്ഷത്രങ്ങൾ പുറത്തു വരുമ്പോൾ അവ നമ്മുടെ ക്ഷീണിത ശരീരങ്ങളിൽ പ്രകാശിക്കാൻ അനുവദിക്കുകയും ആകാശത്തോട് മന്ത്രിക്കുകയും ചെയ്യുന്നു, ഞങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട് എന്ന്. പ്രിയപ്പെട്ട ശ്രോതാവേ, നമ്മൾ വീണ്ടും നിശബ്ദതയിലേക്ക് തിരിച്ചെത്തുന്നു. നക്ഷത്രങ്ങൾ മെല്ലെ മിന്നിമറയുന്ന, തീ അണയുന്ന, വയലുകളിൽ പ്രഭാതം തിരിച്ചെത്തുന്നതിനു മുമ്പ് കുറച്ചു മണിക്കൂറുകൾ ഉറങ്ങുന്നിടത്ത് നമുക്കൊരുമിച്ച് ഒരു ദീർഘശ്വാസമെടുക്കാം. ഇന്ന് രാത്രി കനത്ത നിഴലുകളിലൂടെ നമ്മൾ നടന്നു. കട്ടിയുള്ള വായുവിലൂടെയും ഇരുണ്ട വെള്ളത്തിലൂടെയും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കപ്പലിൻ്റെ ഡെക്കുകളിലൂടെയും. ചാട്ടവാറിൻ്റെ കുത്തും ചങ്ങലയുടെ വലിവും നമ്മെ മറക്കാൻ ശ്രമിച്ച ഒരു ലോകത്തിൻ്റെ നിശബ്ദതയും നമ്മൾ അനുഭവിച്ചു. പക്ഷെ നാം അത് മറികടന്നു, ഒരുമിച്ച്. അതെ, ഇത് വേദനയുടെ കഥയായിരുന്നു. എന്നാൽ അതിലുപരി അത് അതിജീവനത്തിൻ്റെ കഥയായിരുന്നു. ഓർമ്മയുടെ, അപ്രത്യക്ഷമാകാൻ വിസമ്മതിക്കുന്ന ശബ്ദങ്ങളുടെ, നമ്മളെപ്പോലെ തന്നെ അവയെ തകർക്കാൻ നിർമ്മിച്ച ഒരു ലോകത്തെ നേരിട്ട ആളുകളുടെ, എങ്ങനെയോ ഇപ്പോഴും പാടാൻ വഴികൾ കണ്ടെത്തിയ ആളുകളുടെ. നിങ്ങളുടെ കണ്ണുകൾ അടയാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ ശ്വാസം മന്ദഗതിയിലും മൃദുമായും മാറുമ്പോൾ ഇതോർമ്മിക്കുക. ഭൂതകാലം വെറും പേരുകളും തീയലികളും മാത്രമല്ല, അതൊരു വികാരമാണ്, അതൊരു ശബ്ദമാണ്, അത് കാൽപ്പാടുകളും ഹൃദയമിടിപ്പും ശ്വാസവുമാണ്. അപ്പോൾ ഇന്ന് രാത്രി പലപ്പോഴും ഉച്ചത്തിൽ പറയാനൊരുങ്ങാത്തൊരു സത്യത്തെ മാനിച്ചുവെന്നറിഞ്ഞുകൊണ്ട് ആഴത്തിലുറങ്ങുക. കാറ്റ് സൗമ്യമാകട്ടെ, നക്ഷത്രങ്ങൾ ദയ്യുള്ളതാകട്ടെ. നമുക്കെപ്പോഴും മുമ്പ് വന്നവരെ ഓർക്കാം. ശുഭരാത്രി.